ഇന്നത്തെ 24-ാമത്തെ കാര്യമാണ്. ഓംകാരം പാദശോ വിദ്യാത് പാദമാത്ര ന സംശയ. ഓംകാര പാദശോ ജ്ഞാത്വാ കിഞ്ചിദപി ചിന്തയേത്. യഥോക്തൈ സാമാന്യൈ പാദ ഏവ മാത്ര മാത്രാശ്ച പാദ തസ്മാത് ഓംകാരം പാദശോ വിദ്യാദിത്യർത്ഥഃ. എന്നു പറഞ്ഞു. പാദങ്ങളും മാത്രകളും തമ്മിലുള്ള സാമാന്യത്തെക്കുറിച്ച്, സാദൃശ്യത്തെക്കുറിച്ച്, ഓരോ മാത്രകളെ കുറിച്ച് പറഞ്ഞപ്പോഴും അവിടെ ഈ രണ്ട് സാദൃശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. സാദൃശ്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇത് തമ്മിലുള്ള താതാത്മ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ പറഞ്ഞു എന്താണ്, ആ ഓങ്കാരത്തിന്റെ ആകാരം തന്നെയാണ് വിശ്വൻ അല്ലെങ്കിൽ വൈശ്വാനരൻ, അകാരം തന്നെയാണ് തൈസൻ അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ, അകാരം തന്നെയാണ് പ്രാജ്ഞൻ അല്ലെങ്കിൽ അന്തര്യാമി എന്നിങ്ങനെ താതാത്മ്യമായി പറഞ്ഞു. ആ താതാത്മ്യം എന്ന് പറയുമ്പോൾ ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കാൻ വയ്യാത്ത രീതിയിൽ. അതാണ് പറഞ്ഞത് സാമാന്യേഹി പാദ ഇവ മാത്ര മാത്രാശ്ച പാദ. രണ്ടു തരത്തിലും പറയാം. മാത്രകളാണ് ആ പാദങ്ങളെന്നോ മറിച്ചോ പറയാം. തസ്മാത് ഓംകാരം പാദശോ വിദ്യാദിത്യർത്ഥഃ. അതുകൊണ്ട് ഈ മാത്രകളും പാദങ്ങളും താതാത്മ്യത്തിൽ അഭേദമായിരിക്കുന്നതുകൊണ്ട് ഓങ്കാരത്തെ പാദശഃ പാദം പാദമായാണ് ഉപാസിക്കേണ്ടത്, ഇതിന്റെ താതാത്മ്യം കൊണ്ട്. അതുകൊണ്ടാണ് അകാര ഉകാരം അകാരം എന്നിങ്ങനെ പറയുന്നത്. കാരണം അവിടെ സംശയം വരാം, ഓം എന്നുള്ള മതിയല്ലോ, ഓം തുര്യന്റെ വാചകമാണെന്ന് പറഞ്ഞു. ഓം എന്നങ്ങ് സങ്കല്പിച്ചാൽ മതി. പിന്നെ അതിനെ വീണ്ടും വിഭജിച്ച് അകാര ഉകാരം അകാരങ്ങളാക്കി എന്തിനു പറയണം? ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് യത്നം കുറച്ചായിരുന്നാൽ സൗകര്യം കൂടുതലായിരിക്കും. ഓം എന്നുള്ള ചിന്തയിൽ യത്നം കുറവാണ്. ഓം ഒരക്ഷരത്തിന്റെ സങ്കല്പമേ ഉള്ളൂ. ആ ഓം ബ്രഹ്മമാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ തിരിയനാണെന്ന് സങ്കല്പിക്കുക. അവിടെ യത്നം കുറച്ചേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, യത്നം കൂടുതലായിട്ട് വരുന്നു. അതിന് അകാര ഉകാരം അകാരങ്ങളായി ചിന്തിക്കുക. പിന്നെ അതിനെ ഓരോന്നിനെയും ഓരോ പാദങ്ങളോട് അഭേദമായി ചിന്തിക്കുക. ഇവിടെ യത്നം കൂടുതലാണ്. അപ്പോൾ അതെന്തിനു വേണ്ടി എന്നാണ് പറയുന്നത്. യത്നം കൂടുതലായി വരുന്നത് എന്തുകൊണ്ട്? കാരണം അല്പമായ യത്നത്തിലൂടെ ഇതിനെ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവർക്ക് അത് മതി. പക്ഷെ അല്പമായ യത്നത്തിലൂടെ അല്ലെങ്കിൽ യത്നം കൂടാതെ തന്നെ ഗ്രഹിക്കാം എന്നാണ് പറയുന്നത്. ശ്രവണത്തിൽ നിന്ന് തന്നെ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ യത്നമേ ആവശ്യമില്ല. അല്ലെങ്കിൽ ഏറ്റവും ചെറിയ യത്നം കൊണ്ട് ഓം അതുകൊണ്ട് ഗ്രഹിക്കാമെങ്കിൽ ഓം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ തിരിയ അധികമുണ്ടായാൽ അത് വളരെ ശ്രേഷ്ഠം. പക്ഷെ അതിനൊന്നും കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം, മനസ്സിന് ആ ഏകാഗ്രത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വരും. കാരണം മനസ്സ് ചിന്തിക്കുന്ന ഇപ്പോൾ മനസ്സ് വിക്ഷിപ്തമായിരിക്കുന്നു. വിക്ഷിപ്തമായ മനസ്സിലെ ചിന്തയുണ്ട്, ഏകാഗ്രമായ മനസ്സിൽ ചിന്തയുടെ ആവശ്യമില്ല. ഈ വിക്ഷിപ്തമായ മനസ്സ് അതിനെ പൂർണ്ണമായും ഒറ്റയടിക്ക് ഏകാഗ്രമാക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ആ വിക്ഷേപത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്നാൽ വിക്ഷേപത്തെ കുറയ്ക്കുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ മനസ്സ് ഏതെല്ലാം വിഷയങ്ങളിലേക്ക് പോകുന്നു, ഏതിനെല്ലാം ചിന്തിക്കുന്നു, എല്ലാ വിഷയങ്ങളിലും മനസ്സ് വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മനസ്സിനെയാണ് ആത്മാവിൽ ഉറപ്പിക്കേണ്ടത്. അത് ഓമെന്നോ തത്വമസി എന്നോ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തില്ല. കാരണം ആ കേൾക്കുന്ന മാത്രയിൽ മനസ്സ് ആ ശബ്ദത്തിൽ നിൽക്കുമെങ്കിലും അടുത്ത ക്ഷണം മനസ്സ് മറ്റു നാനാ വിഷയങ്ങളിൽ ഇങ്ങനെ പറന്നു കിടക്കുകയാണ്. അപ്പോൾ അതിന്റെ വിക്ഷേപത്തെ പരമാവധി കുറയ്ക്കുക. അതാണ് ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
വിക്ഷിപ്തമായ മനസ്സിനാണ് ഉപാസന. അതിനെ ഏകാഗ്രമാക്കി കൊണ്ടുവരിക. അപ്പോൾ അതിനെ പരമാവധി എത്ര വരെ കുറയ്ക്കാം? അത് അകാരം ഉകാരം അകാരം എന്ന് പറയുന്നു. അത്രയും കുറഞ്ഞിരിക്കുക, അത്രയും കുറച്ച് ചിന്തിക്കുക. അതും കൂടുതലല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അത് കൂടുതലല്ലേ എന്തുകൊണ്ട്? മറ്റുള്ള സമയം നമ്മുടെ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കുക. മറ്റുള്ള സമയം നാനാ വിഷയങ്ങളിലാണ് മനസ്സ് നിൽക്കുന്നത്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ അകാരം ഉകാരം അകാരം അതിനെ സംബന്ധിച്ച് വരുന്ന ആ ചിന്തകളെന്ന് പറയുന്നത് വളരെ കുറവാണ്. അവിടെ ചെറിയൊരു പ്രയത്നം ആവശ്യമാണെങ്കിലും മറ്റ് ചിത്തവിക്ഷേപവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഏകാഗ്രമായൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇത്രയെങ്കിലും വേണം ഒരാൾക്ക് തുര്യനെ ധ്യാനിക്കുന്നതിന്. അതുകൊണ്ട് ഇവിടെ പറയുന്നു പാദശവിദ്യ, പാദം പാദമായിട്ട് അതിനെ ഗ്രഹിക്കുക. ഒറ്റയടിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏവം ഓങ്കാരേ ജ്ഞാതേ, ഇങ്ങനെ ഓങ്കാരത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ, ഓങ്കാരത്തിന്റെ പാദങ്ങൾ മാത്രങ്ങളെ പാദങ്ങളോട് അഭേദമായി ചിന്തിച്ചുപാസിച്ചു കഴിഞ്ഞാൽ ദൃഷ്ടാർത്ഥം അദൃഷ്ടാർത്ഥം വാ ന കിഞ്ചിത് പ്രയോജനം ചിന്തയേ. സാധാരണ മനസ്സ് ദുഷ്ടവും അദൃഷ്ടവുമായ പ്രയോജനങ്ങളിലാണ് മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സദാ. പ്രത്യക്ഷമായ നമ്മുടെ അനുഭവങ്ങളിൽ അതിൽ നിന്നുള്ള നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അദൃഷ്ടമായ വിഷയങ്ങൾ, ഭാവനയിൽ നമ്മൾ കാണുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സ് സദാ ഇങ്ങനെ വളർത്തി നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ മനസ്സ് ാണ് നമ്മൾ ഉപാസനയ്ക്ക് ഈ മനസ്സിനെയാണ് ഉപയോഗിക്കുന്നത്. അവിടെയും മനസ്സെന്ത് ചെയ്യും? ഈ വിഷയങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകും. ആവശ്യമുള്ള വിഷയത്തിൽ നിന്നും വ്യതിചലിക്കും. ആവശ്യമുള്ള വിഷയം എന്ന് പറയുന്നത് ഈ ഉപാസന. ഈ ഉപാസന ഒരു ഉപാസകൻ തന്നെ ഉപാസന കഴിഞ്ഞാൽ അയാളൊരു പ്രത്യേക സമയത്തോ പ്രത്യേക ഒരു ദേശത്തോ ഈ ഉപാസന ശീലിക്കുന്നു എന്നിരിക്കട്ടെ, ബാക്കിയുള്ള സമയം മുഴുവൻ അയാളുടെ മനസ്സിങ്ങനെ നാനാ വിഷയങ്ങളിലായിരിക്കും. അത് മനസ്സിന്റെ ഒരു സഹജമായ പ്രവൃത്തിയാണ്. ഉപാസകനോട് പറയുന്നത് എന്താണ്? അതിൽ നിന്നെല്ലാം മനസ്സിനെ ഏകാഗ്രമാക്കി ഈ ദുഷ്ടാർത്ഥ അധിഷ്ഠാർത്ഥ ചിന്തകളിൽ നിന്നും എല്ലാം മനസ്സിനെ മാറ്റി ഈ ഉപാസനയിൽ നിർത്തുക. അങ്ങനെ ഉപാസനയിൽ അവന് മനസ്സിനെ നിർത്താൻ കഴിഞ്ഞാൽ മറ്റൊന്നും ചിന്തിക്കരുത് എന്നാണ്. നമ്മളോടിപ്പോ ഉപാസന ചെയ്യാൻ ആവശ്യപ്പെടുന്നു ശ്രുതി അല്ലെങ്കിൽ ഗുരു, നമ്മളത് ശീലിക്കുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് ഉപാസനയായാലും ശരി, നമ്മൾ ആ ഉപാസനയിൽ, ഉദാഹരണം പറഞ്ഞാൽ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഒരു ഉപാസനയാണ്. അപ്പോൾ നമ്മളത് ചൊല്ലുന്നു. പക്ഷേ നമുക്ക് അതിന്റെ അനുഷ്ഠാനത്തിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ ആ അനുഷ്ഠാനത്തിന് ശേഷം എന്തിനാ അത് രണ്ടും പറയണം? ആ അനുഷ്ഠാന വേളയിൽ പോലും മറ്റു വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ഒക്കത്തില്ല. നാക്കിലൂടെ ലളിതാ സഹസ്രനാമം നടക്കും, മനസ്സിലൂടെ മറ്റു പല സഹസ്രങ്ങളും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഉപാസന ചെയ്യുന്ന അവസരത്തിൽ പോലും മറ്റു വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് എന്നും കൃത്യമായി മുടങ്ങാതെ ചെയ്യുന്നവരിലാണെങ്കിൽ അത് പിന്നെ ഒരു ശീലമായി കഴിയുമ്പോൾ എന്ത് ചിന്തിക്കുന്നതിനുള്ള ആ ശേഷി വർദ്ധിച്ചും വരും. ഇത് രണ്ടും ഒരേപോലെ നടക്കും. ഇതേത് ഉപാസനയിലും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ആ സമയത്ത് തന്നെ സംഭവിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? അതിനുശേഷം നിങ്ങളുടെ ഈ ഉപാസന അവസാനിച്ചാലും മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സ് പോകരുതെന്നാണ്. ഉപാസനയുടെ ധ്യാനത്തിന്റെയൊക്കെ ഒരു സവിശേഷത അതാണ്. നമ്മളെന്ത് ചെയ്യുന്നു? അത് നിർത്തുന്ന ആ നിമിഷം തന്നെ, ഇനി കുറേയൊക്കെ ഏകാഗ്രത അധികം വന്നാലും ശരി, അത് നിർത്തുന്ന നിമിഷം തന്നെ നമ്മൾ നമ്മുടെ അടുത്ത കർത്തവ്യത്തെക്കുറിച്ച്, അടുത്ത വിഷയങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രത്യേക കാലത്ത് ഒരു പ്രത്യേക ദേശത്തിലെത്തിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ പറയുന്ന ഉപാസന അങ്ങനെയല്ല. അവിടെ
അത് നിൽക്കുന്നില്ല ഉപാസന. അത് തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതാണ് പറയുന്നത്, നിങ്ങൾ മറ്റൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഇതൊരു പ്രത്യേക കാലത്തിലേക്കോ പ്രത്യേക ഒരു ദേശത്തിലേക്കോ ഇത് സദാ നടന്നുകൊണ്ടേയിരിക്കും, കഴിയുന്നത്ര നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കരുതുകയാണ്, നമ്മൾ സാധാരണ ഉപാസനയെക്കുറിച്ച് എന്താ നമ്മൾ ധരിച്ചിരിക്കുന്നത്, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഉപാസന, 5 മുതൽ 5:30 വരെ ഉപാസന, 5:30 മുതൽ 6 വരെ ചായ കുടി. അത് നമ്മുടെ എല്ലാം നമ്മൾ വെൽ പ്ലാൻഡാണ്. അപ്പൊ ഇവിടെ അത് പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത പരിപാടി, അങ്ങനെയില്ല ഇവിടെ. എന്നാ കിഞ്ചിതപി ചിന്ത ചെയ്തെന്നാണ്. മറ്റൊരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഉപാസകൻ ധ്യാനിക്കുന്നവരെ കുറിച്ചൊക്കെ പറയുന്നതാണ്, അത് നിങ്ങൾക്ക് കർശനമായി ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഗുഹയിൽ പോയിരിക്കുക, അത് ചെയ്യാൻ കഴിയുമെങ്കിൽ. പക്ഷെ നമ്മൾ ഗുഹയിരിക്കാത്ത എന്തുകൊണ്ടാണ്? നമുക്കതിനുള്ള ശേഷിയില്ല. കാരണം നമ്മൾ ഗുഹയിൽ പോയിരുന്നാലും നമ്മുടെ മനസ്സ് പുറത്തായി പോകും, ഗുഹയ്ക്കകത്തിരിക്കത്തില്ല. ഗുഹയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ മനസ്സും ഗുഹയ്ക്കകത്ത് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. ആളകത്തും മനസ്സ് ഗുഹയ്ക്ക് പുറത്തുമായി കഴിഞ്ഞാൽ അത് പുറത്തിരിക്കുന്നതിനും കഷ്ടമാകും. അത് ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ അതിന്റെ പരമമായ രീതിയെക്കുറിച്ച് പറയുന്നു. ഉപാസന കഴിഞ്ഞ് പിന്നെ ഇന്നത് അങ്ങനെ ഒന്നില്ല. ഇവിടെ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അരമണിക്കൂർ ഉപാസന കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു കർമ്മമേഖലയോ മറ്റ് ചിന്താമേഖലയോ ഇല്ല. നിരന്തരം അതിൽ തന്നെ ഇരിക്കുന്നു. അതാണ് നകിഞ്ചിതപി ചിന്തയെ എന്ന് പറയുന്നത്. അപ്പോൾ ഉപാസനയ്ക്കായി വരുമ്പോട്ടവന് സംബന്ധിച്ചിടത്തോളം അവൻ ഉപാസന മാത്രമേ ഉള്ളൂ. മറ്റു വ്യവഹാരങ്ങളിൽ നിന്നും ആ മറ്റു വ്യവഹാരങ്ങളെ തുടർന്ന് വരുന്ന ചിന്തയിൽ നിന്നുമെല്ലാം അവൻ ഒഴിഞ്ഞിരിക്കുന്നു. എന്നാലേ ഉപാസന സാധ്യമാവും. അതുകൊണ്ടാണ് ഇവിടെ നകിഞ്ചിതപി ചിന്തയെന്ന് പറയുന്നത്. അത് അതിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ എടുക്കണം. മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉപാസന അവസാനിക്കുകയാണ്. പിന്നീട് അവിടെ ഉപാസന നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് കാര്യമില്ല. ഉപാസനയുടെ ഉദ്ദേശം എന്താണ്? ആ തുര്യാധിഗമം. കാരണം നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ധ്യാനിക്കുന്നു എന്നിരിക്കട്ടെ, നമ്മൾ ഒരു തവണ ധ്യാനിക്കുന്നു. ആ ഒരു തവണത്തെ ധ്യാനം കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. വീണ്ടും നമ്മൾക്ക് ചെയ്യേണ്ടി വരുന്ന എന്താണ്? വീണ്ടും അതൊന്നുകൂടി ആവർത്തിക്കുക. ഇവിടെ പറയുന്ന തരത്തിലുള്ള അമാത്രയിൽ പിന്നെ ഗതിയില്ല എന്ന് പറയുന്നു. അവിടെ ഒരു തരത്തിലുള്ള ചിന്തകളുമില്ല. അപ്പോൾ ആ ചിന്തയിലൂടെ ചിന്തകളില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ പിന്നെ എന്താണ് കരുണീയമായിട്ടുള്ളത്? വീണ്ടും ചിന്തിക്കുക, വീണ്ടും ധ്യാനിക്കുക, ഇത് ആവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം ആവർത്തിക്കുക എന്നുള്ളതാണ് നകിഞ്ചിതപി ചിന്തയെ. മറ്റു കാര്യങ്ങളിൽ ചിന്ത പോകരുത് എന്ന് വെച്ചാൽ ചിന്ത നശിക്കുന്നത് വരെ ചിന്തിക്കാതിരിക്കുക. മറ്റൊന്ന് അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അമാത്രയും മനസ്സിന്റെ പ്രവർത്തനം ഇല്ലാതാകുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, മറ്റൊന്നും ചിന്തിക്കാതിരിക്കും. അപ്പോൾ ഉപാസകന് സംബന്ധിച്ചിടത്തോളം അയാളത് ഗൗരവമായിട്ട് എടുക്കുകയും അതൊരു തീവ്ര സാധനയെ എടുക്കുകയും ചെയ്യണമെങ്കിൽ അയാൾക്ക് പിന്നീട് മറ്റൊന്നും ചിന്തിക്കാൻ ഉള്ള ഇടയില്ല, അവകാശമില്ല, ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. പറയും അത് കഴിയുന്നില്ലല്ലോ. അതാണ് കഴിഞ്ഞ ദിവസം ഭാഷ്യത്തിൽ അവസാനം പറഞ്ഞത്. ആശ്രമ അധികാരികൾ പലതരത്തിലുണ്ട്. നിങ്ങൾക്ക് ആ തരത്തിൽ ഏകാഗ്രമായ മറ്റൊന്നും ചിന്തിക്കാത്ത ഈ ഉപാസനയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റ് ഉപായങ്ങൾ സ്വീകരിക്കുക. അതിനാണ് കർമ്മവും മറ്റും പറഞ്ഞിരിക്കുന്നത്. അതാകാം. അല്ലെങ്കിൽ എന്താണ്? ഇതിനെല്ലാം അതീതനായിരിക്കണം. ആദ്യം പറഞ്ഞല്ലോ, മറ്റൊരു സാധനയും ആശ്രയിക്കാത്ത രീതിയിൽ അവന് ആത്മബോധത്തിലിരിക്കണം. അവിടെ പിന്നെ കർമ്മമോ ചിന്തയോ ഒന്നും തടസ്സമല്ല. എന്നും ചിന്തിക്കാതിരിക്കണമെന്നല്ല പറയുന്നത്. ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു സാധ്യമല്ല, കേവലം ഒരു സാധന മാത്രമാണ്. ധ്യാനത്തിൽ ചിന്തിക്കാത്ത അവസ്ഥ സ്വയം പ്രാപ്തമായില്ലെങ്കിൽ ധ്യാനത്തെ വീണ്ടും ആവർത്തിക്കുക. അങ്ങനെ ആവർത്തിക്കുന്നത് മറ്റൊന്നും ചിന്തിക്കരുത്. മറ്റെന്തെങ്കിലും ചിന്തിച്ചാൽ അവിടെ ധ്യാനം നശിച്ചു. ഈ ഒരു സാധന എന്തുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു?
ശ്രവണത്തിൽ നിന്ന് അവന് സ്വസ്വരൂപത്തെ ബോധിക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ചിന്തയൊന്നും തടസ്സമല്ല. അല്ലെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവൻ കർമ്മത്തിൽ നിൽക്കുക, കർമ്മമണ്ഡലത്തിൽ തന്നെ നിൽക്കുക. ഇങ്ങനെ കൂടുതൽ ഏകാഗ്രതയും മറ്റും ആവശ്യമുള്ള ഇതിലേക്ക് അവന് മുഴുവൻ സമയം മുഴുവൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ള സമയം കർമ്മത്തിൽ നിൽക്കുക. ഇത് ഈ ഉപാസനയിൽ മാത്രം മുഴുകേണ്ട ഒരുവനെ കുറിച്ച് പറയുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഉപാസന മധ്യമന്മാരും അധമന്മാരുമായിട്ടുള്ളവരെന്ന്. അപ്പോൾ ചിലർക്ക് ഉപാസനയ്ക്ക് കഴിയുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ തന്നെ അയാൾ ചിന്തിക്കും. ഒരു 5 മിനിറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ആയാൽ പിന്നെ കഴിയത്തില്ല, പോകും. അപ്പോൾ അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക? അവരോട് കിഞ്ചിതപി ചിന്തയെന്ന് പറയുന്നത് കേവലം 15 മിനിറ്റ് നേരത്തേക്കാണെന്ന് അത് നമ്മൾ ചുരുക്കുക. അപ്പോൾ ബാക്കിയുള്ള സമയം പിന്നെ ചിന്തിക്കുക. അതല്ലാതെ വേറെ വഴിയില്ല. ചിന്തിക്കുക, പ്രവർത്തിക്കുക. എന്നുവെച്ചാൽ മനസ്സിന്റെയും ശരീരത്തിന്റെയും സ്വാഭാവികമായ പ്രവർത്തനങ്ങൾക്ക് അതിനെ വിട്ടുകൊടുക്കുക. ഇവിടെ പറയുന്നത് ആ തീവ്രമായ സാധനയെക്കുറിച്ചാണ്. അതിലൊരാൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ, ഉത്തമനായ ഒരു ഉപാസകനാണെങ്കിൽ അയാൾ പ്രയത്നപൂർവ്വം നിരന്തര ഈ ഉപാസനയിൽ തന്നെ കഴിയുന്നത്ര കഴിയും. മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ കഴിയുക. അതിന് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് കുറച്ച് ഉപാസനയും കുറച്ച് കർമ്മവും കുറച്ച് ഭക്തിയും എല്ലാം കൂടെ ആയിട്ട് പോകാം. വ്യക്തിയുടെ യോഗ്യത അനുസരിച്ചിട്ടാണ്. പക്ഷെ പരമാർത്ഥം ഇതാണ്. അതിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. ശരിയായ ഉപാസന എന്ന് പറഞ്ഞാൽ അവിടെ ഏകാഗ്രമായി മറ്റൊന്നും ചിന്തിക്കാതെ കഴിയുന്നത്ര സമയം ഈ ഉപാസനയിൽ തന്നെ മുഴുകിയിരിക്കുക. അതിന് കഴിയുമെങ്കിൽ. അതാണ് ഇവിടെ പറയുന്നത്, നകിഞ്ചിതവി ചിന്തയേ. അങ്ങനെ ഉപാസനയിലൂടെ ആ ചിന്ത നിലയ്ക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരണം. അതിനാണ് സമാധി എന്ന് പറയുന്നത്. അമാത്രേ ന വിദ്യതേ ഗതി കഴിഞ്ഞ ദിവസം പറഞ്ഞു. അവിടെ എത്തണം. അത് സ്വയം അവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ചിന്തിക്കരുത്, മറ്റൊന്നും ചിന്തിക്കരുതെന്ന് പറയുന്നത്. ഓംകാരം പാദശോ വിദ്യാത് പാദമാത്രാന സംശയ ഓംകാരപാദശോ ജ്ഞാത്വാ കിഞ്ചിദപി ചിന്തയേത് കിഞ്ചിദ പ്രണവേ ചേതാ പ്രണവോ ബ്രഹ്മനിർഭയം പ്രണവേ നിത്യയുക്തസ്യ ന ഭയം വിദ്യതേ ക്വചിത് കിഞ്ചിദ സമാദധ്യാ യഥാ വ്യാഖ്യാതേ പരമാർത്ഥരൂപേ പ്രണവോ ചേതോ മനഃ. വീണ്ടും അതിനെ ആവശ്യപ്പെടുകയാണ്. മനസ്സിനെ അവിടെ തന്നെ നിർത്തുക. പ്രണവത്തിൽ യഥാവ്യാഖ്യാതേ സമാധധ്യ, അതിനെ ഈ പറഞ്ഞ രീതിയിൽ വീണ്ടും വണ്ണം ഉറപ്പിക്കുക. മനസ്സ് പ്രണവത്തിൽ തന്നെ നിൽക്കണം. പ്രണവത്തെ ഉപാസിക്കുന്നവൻ ഈ പറഞ്ഞ രീതി. പരമാർത്ഥരൂപേ പ്രണവേ, ആ പ്രണവം എന്ന് പറയുന്നത് എന്താണ്? തുര്യൻ തന്നെയാണ്. അതാണ് അതിന്റെ പരമാർത്ഥരൂപം. അതിൽ മനസ്സിനെ സമാധധ്യാതെന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ ഉറപ്പിക്കുക. ശരിയായ രീതിയിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രുതിയിൽ പറഞ്ഞ രീതി, അകാര ഉകാര മാത്രകളുടെ ധ്യാനത്തിലൂടെ അങ്ങനെ നിരന്തരം അതിൽ ഉറപ്പിക്കുക. യസ്മാൻ പ്രണവോ ബ്രഹ്മ നിർഭയം. അപ്പോ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിൽ പലതരത്തിലുള്ള ആശങ്കകളും വരും. ആശങ്കകളാണ് ഭയത്തെ ഉണ്ടാകുന്നത്. അത് സാധ്യമാകുമോ? നിരന്തരം അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ മനസ്സിന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ? ശരീരവ്യാപാരങ്ങളെല്ലാം എങ്ങനെ നടക്കും? ചിന്തിക്കുമല്ലോ. സാധാരണ ഒരാൾ ചോദിക്കും, ഒരു സാധകൻ ചോദിക്കത്തില്ല. ഒരാളങ്ങനെ നിരന്തരം ധ്യാനത്തിലിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഭക്ഷണം വേണ്ടേ, വസ്ത്രം വേണ്ടേ, താമസിക്കാൻ മുറി വേണ്ടേ? ഇതെല്ലാം ലഭിക്കുമോ? ഉള്ളതെല്ലാം നഷ്ടപ്പെടുമോ? ആശങ്കകൾ, ഭയം, ആശങ്ക അതിനെ തുറന്നു വരുന്ന ഭയം സാധാരണ മനസ്സിൽ വരും. അതിന്റെ കാര്യമില്ല എന്നാണ്. ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അയാൾ
തീവ്രമായ അഭ്യാസിയാണെങ്കിൽ അതൊന്ന് ചിന്തിക്കുന്നതിന് അയാൾക്ക് സമയമില്ല. അപ്പോൾ നിരന്തരം അങ്ങനെ ധ്യാനത്തിലിരുന്നു കഴിഞ്ഞാൽ, ഒരാൾക്ക് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. നിരന്തരം ധ്യാനിച്ചതിന്റെ പേരിൽ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കിയാലോ? ഇങ്ങനെ ഒരാൾ ചിന്തിക്കുമോ? അതിന്റെ ആവശ്യമില്ല. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? സാധകൻ നിരപേക്ഷനാണ്. ഒരു സ്ഥലത്ത് പറയുന്നതാണ്, അവൻ ശൂന്യതയിൽ സ്ഥിതി ചെയ്യുന്നവനെ പോലെയാണ്. ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂന്യതയിൽ നമുക്കൊന്നിനെ ആശ്രയിക്കാനൊന്നുമില്ല, അല്ലേ? നമുക്ക് ഇവിടെ ഇരിക്കുന്നതിന് കസേര വേണം. ശൂന്യതയിൽ പോയായിരിക്കാൻ കസേര വേണ്ട. നിൽക്കാൻ നിലം ആവശ്യമില്ല, സ്ഥലം ആവശ്യമില്ല. അപ്പൊ ശൂന്യതയിൽ ഒരാൾ എങ്ങനെയാണോ നിരപേക്ഷനായിരിക്കുന്നത്, ഒന്നിനെ അവിടെ ആശ്രയിക്കുന്നില്ല. ശൂന്യാകാശത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ നിരപേക്ഷനാണ് സാധകൻ. അവൻ ഭൗതികമായ സാഹചര്യങ്ങളെക്കുറിച്ചോ ഭൗതികമായ സമ്പാദ്യങ്ങളെക്കുറിച്ചോ ഭൗതികമായ പോരായ്മകളെക്കുറിച്ചോ നേട്ടങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നു. എന്തുകൊണ്ട്? നമ്മൾ ഗീതയിൽ ചിന്തിച്ചല്ലോ, അത് അന്തര്യാമി. അതെല്ലാം അന്തര്യാമിയുടെ കയ്യിലാണ്. താൻ തന്റെ അഹന്ത കൊണ്ട്, തന്റെ ഇച്ഛ കൊണ്ട്, തന്റെ പ്രവർത്തനം കൊണ്ട് ഇതൊന്നും ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റത്തില്ല. ഭൗതികമായി പോലും ഇതൊന്നും നിറവേറ്റാനോ സംരക്ഷിക്കാനോ ഒന്നും സാധ്യമേ അല്ല. അപ്പോൾ അത് സാധകന് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് താൻ സാധനയിൽ മുഴുകിയാൽ തനിക്കെന്ത് സംഭവിക്കും? തന്റെ ഭൗതികമായ സാഹചര്യങ്ങളിൽ പോരായ്മകൾ വരുമോ, ന്യൂനതകൾ വരുമോ? ഇനി അതുമല്ലെങ്കിൽ അങ്ങേയറ്റം മറ്റൊന്നെങ്കിലും ചിന്തിക്കും. എന്താണ്? താനിങ്ങനെ നിരന്തരം സാധന മുഴുകിക്കഴിഞ്ഞാൽ വല്ല അസുഖം വരുമോ? ശരീരത്തിന് വല്ല തകരാറുകളും സംഭവിക്കുമോ? സംഭവിച്ചു കഴിഞ്ഞാൽ ആര് നോക്കും? മരുന്നാര് തരും? ഏത് ഡോക്ടർ ചികിത്സിക്കും? ഇതൊക്കെയാണ് സാധാരണ ചിന്തിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ആശങ്കകളിൽ നിന്നുണ്ടാകുന്ന ഭയം, അത് സാധാരണഗതിയിൽ സാധനയിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ അങ്ങനെയൊക്കെ തോന്നാൻ ഇടയുണ്ട്. പക്ഷേ പറയുന്നു, ഇവിടെ സാധകനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവന്റെ മനസ്സിൽ പ്രണവം മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞ പരമാർത്ഥ രൂപത്തിലുള്ള പ്രണവം മാത്രം. അവിടെ ആ പരമാർത്ഥ ചിന്തകൾക്കൊന്നും യാതൊരു സ്ഥാനവും. എന്തുകൊണ്ട്? യസ്മാൻ പ്രണവോ ബ്രഹ്മനിർഭയം. പ്രണവം എന്ന് പറയുന്നത് നിർഭയമായ, ഭയശൂന്യമായ, ഭയരഹിതമായ, ഭയത്തിനൊരു സ്ഥാനവും കൊടുക്കാത്തതായ ബ്രഹ്മമാണ്. എന്തുകൊണ്ട് മറ്റു ചിന്തകൾ വരുന്നു? നേരത്തെ പറഞ്ഞല്ലോ, എന്ന കിഞ്ചിതവി ചിന്തയേ എന്ന് ആദ്യം അതാ പറഞ്ഞത്. അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കുന്നവന് മാത്രമേ ഈ നിർഭയമായ സ്ഥിതി വരത്തുള്ളൂ. ആധ്യാത്മിക സാധനയിൽ നിർഭയമായി മുഴുകാൻ അവനെ കഴിയത്തുള്ളൂ. ഇത്തരം ആശങ്കകൾ മനസ്സിൽ നിന്ന് ഒഴിച്ചുവിടാൻ അവനെ പറ്റും. എന്തുകൊണ്ട്? അവൻ സദാ ചിന്തിക്കുന്നത് നിർഭയമായ ബ്രഹ്മത്തെക്കുറിച്ചാണ്. അവിടെ ഭയത്തിന് യാതൊരു അവകാശമില്ല. ദ്വൈതത്തിലല്ലേ ഭയമുള്ളൂ. അതും ശ്രുതി തന്നെ പറയുന്നുണ്ട്. ആണ് പറയുന്നത്, നഹി തത്ര സദാ യുക്തസ്യ. സദാ അതിൽ തന്നെ ഇരിക്കുന്നവന് അവന് വേറെ ചിന്തയില്ല. ഭയം വിദ്യതേ ക്വചിത്. വേറെ ഒരു ചിന്തയില്ലാത്തവന് പിന്നെ എങ്ങനെ ഭയം വരും? ഭയത്തിന് കാരണം ചിന്തയാണ്. അല്ലാത്തവന് ഭയം വരത്തില്ല. ഒരാൾ ഒരു ഗുഹയിലേക്ക് പോയെന്നിരിക്കട്ടെ ധ്യാനിക്കാൻ, അയാൾക്ക് ഉപാസനയിൽ വേണ്ടത്ര പരിചയം വന്നിട്ടില്ല. ഉപാസനയിൽ അയാളുടെ മനസ്സ് വേണ്ടത്ര ഏകാഗ്രമാകുന്നില്ല. എന്നാൽ ആഗ്രഹമുണ്ട്. നിരന്തരം ഉപാസനയിൽ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിരന്തരം ധ്യാനത്തിലിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ കരുതി ഗുഹയിലേക്ക് പോയാൽ എന്താണ്? അവിടെ ചെന്ന് ഗുഹയ്ക്കകത്തിരുന്നു കഴിഞ്ഞാൽ ഗുഹയിലെ ഏകാന്തത, ഗുഹ എന്ന് പറയുമ്പോൾ മനുഷ്യശൂന്യമായ, മനുഷ്യവാസശൂന്യമായ സ്ഥലമാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ മനസ്സ് ആദ്യം വരുന്ന ഭയമാണ്. കൊതുക് കടിക്കുമോ? പാമ്പ് വരുമോ? ഒരാൾക്ക് ഗുഹയിൽ പോകണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടായി. അപ്പോൾ ഏതെങ്കിലും ഒരു ഗുഹയിൽ കുറച്ച് സമയം ഇരിക്കണം, ധ്യാനിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ
വേറൊരാളുടെ അടുത്ത് അതിന്റെ സഹായം ചോദിച്ചു. ശരി, അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു നല്ലൊരു ഗുഹ കാണിച്ചു കൊടുത്തു. ഈ ഗുഹയ്ക്കകത്തിരിക്കുക, ഇവിടെ ഏകാന്തതയുണ്ട്. അപ്പോൾ കൂട്ടിക്കൊണ്ടുപോയ ആളുകൂടെ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും രണ്ടുപേരാവും, സംഭാഷണമാവും. എന്ന് പറഞ്ഞ് ഇവിടെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുക. അപ്പോ ഇവിടെ ഇരുന്ന് ധ്യാനിക്കുക. അപ്പോ കൂട്ടിക്കൊണ്ടുപോയ ആളോട് മറ്റേയാൾ പറയുകയാണ്, ശരി ഞാൻ ഇവിടെ ഇരിക്കാം, പക്ഷേ സ്വാമീന്റെ അടുത്ത് എവിടെയെങ്കിലും തന്നെ കാണണം. എന്തിനാ? ഒരു ധൈര്യത്തിന്. അടുത്തിരുന്ന് സംസാരമൊന്നും വേണ്ടെങ്കിലും പരിസരത്ത് എവിടെയെങ്കിലും കാണണം. കാരണം ഏകാന്തതയെ മനുഷ്യൻ ഭയക്കും. അവിടെ എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ചാലോ, വല്ല ആനയോ കുതിരയോ ഒക്കെ വിരണ്ടു വന്ന് ആക്രമിച്ചാലോ എന്തെങ്കിലും തരത്തിലുള്ള ഭയം വരും. എന്തുകൊണ്ടാണ്? ഏകാന്തതയിൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചുറ്റുപാടുകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് തന്നെ മനസ്സിൽ അസ്വസ്ഥതകളെ ഉണ്ടാകും. അവിടെ ഈ പറയുന്ന തരത്തിൽ പരമാർത്ഥരൂപമായ പ്രണവത്തിൽ മനസ്സ് വന്നാലേ ഭയം മാറത്തുള്ളൂ. അവന്റെ മനസ്സ് അതിൽ തന്നെ മുഴുകുകയാണെങ്കിൽ അതിന് കഴിഞ്ഞാൽ, പക്ഷെ അതിന് കഴിയാൻ അത്ര എളുപ്പമല്ല. കാരണം പൂർവ്വ സംസ്കാരങ്ങളും എല്ലാം അവിടെ ഉണർന്നു വന്നു കഴിഞ്ഞാൽ അത് ഭയത്തെയും മറ്റും ഉണ്ടാകും. ബാല്യം മുതൽ തന്നെ ജീവന്മാരും ഒരുപാട് ഭയന്ന വളർന്നു വരുന്നതാണ്. മറ്റുള്ളവരെല്ലാം ഭയപ്പെടുത്തുകയും പലതരത്തിലുള്ള ഭയങ്ങൾ മനസ്സിൽ കിടക്കുന്നു. ഏകാന്തതയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഭയം വലുതായിട്ടുണ്ടാകും. പക്ഷെ ആ ഭയത്തെ ശീലിച്ചിട്ടില്ലാത്തവർ, അത്തരം വലിയ ഭയം ബാല്യകാലത്ത് അനുഭവപ്പെട്ടിട്ടില്ലാത്തവർക്ക് ഏകാന്തതയിൽ ഇരുന്നാൽ വലിയ ഭയം അനുഭവപ്പെടത്തില്ല. അല്ലാത്തവർക്ക് ഭയം കൂടുതലായി അനുഭവപ്പെടും. എന്തായാലും ഇവിടെ പറയുന്നത് എന്താണ്? തത്ര സദായുക്തസ്യ, അവിടെ ഈ പരമാർത്ഥ രൂപത്തിലുള്ള ആ പ്രണവത്തിൽ മനസ്സുറപ്പിച്ച, അതല്ല വരെ വഴിയില്ല. അതല്ലെങ്കിൽ എന്ത് സാധനയാണോ താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിൽ മനസ്സിനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അതെന്താ പറയുന്നത്? ഒരു കള്ളന് അവനെല്ലാം തയ്യാറായി, ഒരു മോഷണത്തിന് വേണ്ടിയിട്ട് എല്ലാം തയ്യാറായി പോവുകയാണെങ്കിൽ ആ മോഷണം നടത്തുന്നതിന് അവന് ലേശവും ഭയം വരത്തില്ല. കാരണം അതേ അവന്റെ മനസ്സിലപ്പോൾ ഒന്നേ ഉള്ളൂ, താൻ പോകുന്ന ആ ലക്ഷ്യത്തിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കും. ഏത് കൂരിരുട്ടത്തും ഏത് ലക്ഷ്യമുള്ള സ്ഥലത്തും ഏത് അമ്പലത്തിലും നിർഭയനായി പോകും. കാരണം അവന്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, ഈ തന്റെ മോഷണം വിജയിക്കുക. അപ്പൊ അതവനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉപാസനയാണ്, തീവ്രമായ ഉപാസനയാണ്. അതല്ലാതെ അങ്ങനെ ഒരു ലക്ഷ്യം അവന്റെ മനസ്സിലില്ലാതെ, മോഷണത്തിന്റെ ഒരു പ്ലാൻ ഇല്ലാതെ അവനെ ഇരുട്ടത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന് ഭയമായി, അവിടെ അവന് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ ചിന്ത അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ എവിടെയും പോകും. ഏത് ദേവനെ വേണമെങ്കിലും അവൻ പ്രതിഷ്ഠയിൽ നിന്ന് പറിച്ചെടുക്കും. അവന് യാതൊരു ഭയം ഉണ്ടാകത്തില്ല. അതേസമയം പകല് അവനോട് അമ്പലത്തിൽ പോയെന്ന് തൊഴാൻ പറഞ്ഞാൽ അവൻ ഭയക്കും, അതവന് ഭയമായിരിക്കും. രാത്രി പോയി അതിനെ പറിച്ചെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവൻ അനായാസമായിട്ട് അത് കൊണ്ടുവരും. അങ്ങനെയൊരു കള്ളനെ എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പകലയാൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്, ഭയമാണ്. പകലയാൾക്ക് ദൈവമുണ്ട്, ദേവതയുണ്ട്, യക്ഷിയുണ്ട്, പിശാചുണ്ട്. രാത്രി ഇതൊന്നുമില്ല. സാധാരണ മനുഷ്യർക്കുള്ളതെന്ന് നേരെ വിപരീതം. എന്തുകൊണ്ട്? അതവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപാസന. അവിടെ അവന്റെ മനസ്സ് ഏകാഗ്രപ്പെടുന്നു. അപ്പോൾ ഭയം മാറിയിരിക്കുന്നു. ഏതൊരു ഉപാസനയിൽ മനസ്സ് ഏകാഗ്രമായാലും ഭയം മാറും. അതുപോലെ ഇവിടെ എന്താണ്? പരമാർത്ഥരൂപമായ ആ പ്രണവത്തിൽ മനസ്സ് ഏകാഗ്രമായാൽ അവിടെ ഭയമില്ല. അവിടെ പിന്നീട് ഒരിക്കലും വരാത്ത രീതിയിൽ ഭയം മാറുന്നു. കള്ളനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? രാത്രി ഭയം മാറിയാലും പകല് വീണ്ടും ഭയം വരുന്നു. എന്തുകൊണ്ട്? അവന്റെ മനസ്സ് ഈ പരമാർത്ഥ രൂപത്തിലുള്ള പ്രണവത്തിലല്ല അവിടെ ഉറച്ചിരിക്കുന്നത്. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അദ്വൈതമായ ഭയരഹിതമായ ആ തുര്യനിലാണ് മനസ്സ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഭയത്തിനുള്ള യാതൊരു നിമിത്തങ്ങളുമില്ല, ചിന്തകൾ പോലുമില്ല. മറ്റ് വിദ്വാൻ ന ബിഭേദി കുതശ്ചന,
ജ്ഞാനി അല്ലെങ്കിൽ ഉപാസകൻ അവന് ഒന്നിൽ നിന്നും ഭയക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയത്തിനുള്ള ഒരു നിമിത്തങ്ങളും അവന് ശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഉപാസനയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ, അതിനെ തുടർന്നു വരുന്ന ഭയം, ഇതെല്ലാം അസ്ഥാനത്താണ്. ഉപാസകനെ സംബന്ധിച്ച് അതൊന്നുമില്ല. ഉപാസന ചെയ്യുന്നവർക്ക് അതൊക്കെ ഉണ്ടാകാം. നിങ്ങൾ ഉപാസന ചെയ്യാതെ ഇരുന്നുകൊണ്ട് ഉപാസനയെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. അതെങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ആശങ്കകളും ഭയവും വരും. ഒരിക്കൽ ഉപാസനയിലേക്ക് പ്രവേശിച്ചു എന്നിരിക്കട്ടെ, അതിൽ തുടരുകയാണെങ്കിൽ പിന്നീട് അവിടെ ഭയത്തിന് യാതൊരു സ്ഥാനവുമില്ല, ആശങ്കകൾക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉപാസനയെ സംബന്ധിച്ച് അതെങ്ങനെ പൂർത്തിയാകും എന്നുള്ളൊരു ചിന്ത അയാളുടെ മനസ്സിൽ വരുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഉപാസന എന്ന അനുഷ്ഠാനമല്ലാതെ മറ്റൊരു ചിന്തയും അവിടെ വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉപാസനയെ സംബന്ധിച്ച് സാധാരണഗതി ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങൾക്കും സമാധാനമാണത്. അത്തരം ചോദ്യങ്ങൾക്കൊന്നും എല്ലാമുള്ള ഒരേ ഒരു സമാധാനമേ ഉള്ളൂ. എന്താണ്? നിങ്ങൾ ഉപാസന ആരംഭിക്കുക, അത് നിങ്ങൾ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ അത് മാറി. ചിലർ പറയും, എന്താണോ ഞാൻ ധ്യാനിച്ച് അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഭയം വരുന്നു, ഒരു പേടി. ചിലരങ്ങനെ പറയാറുണ്ട്. മുമ്പ് ഭയമൊന്നുമില്ലായിരുന്നു, അപ്പോൾ ധ്യാനിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഒരു ഭയം വരുന്നത്. അതുകൊണ്ട് പേടിച്ച് ഞാൻ ധ്യാനം നിർത്തിക്കളഞ്ഞെന്നൊക്കെ ചിലർ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇയാൾ ധ്യാനിക്കാതിരിക്കുമ്പോൾ വലിയ ധീരനാണെന്നൊന്നുമല്ല. ധ്യാനിക്കുമ്പോൾ മാത്രം ഭയം വരുന്നു, ധ്യാനിക്കാത്തപ്പോൾ വലിയ ധൈര്യശാലി എന്നുള്ളതല്ല. സ്വയം ആള് ഭീരുവാണ്, അയാൾ എന്തിനിറങ്ങിയാലും ഭയപ്പെടും. അതുകൊണ്ട് ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ഈ ഭയത്തോടു കൂടിയാ പോകുന്നു. ധ്യാനത്തിൽ അയാളുടെ മനസ്സ് ഏകാഗ്രപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അയാൾ ഭയക്കത്തില്ല. ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാൾ ധ്യാനിക്കാൻ തുടങ്ങിയാലും ഇയാൾ ഭയത്തെയാണ് ധ്യാനിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കും, ഇടയ്ക്കിടയ്ക്ക് ഭയത്തെയും ധ്യാനിക്കും. സ്വയം ഭയത്തെ ധ്യാനിക്കുന്നതിനാണ് പറയുന്നത് ഞാൻ ധ്യാനത്തിൽ ഭയക്കുന്നു എന്ന് പറയുന്നു. അത് ഏതുപോലെയെന്ന് വെച്ചാൽ, ഒരാള് സ്വയം പറയണ, ഞാൻ വീമ്പ് പറയണ, ഞാൻ ധീരനാണ്. പക്ഷെ അയാൾക്ക് ഇരുട്ടിനെ ഭയമാണ്. എന്നാലും വേറൊരാളുമായിട്ട് പന്തയം വെച്ചിട്ട് അയാൾ ഇരുട്ടത്ത് നടക്കുകയാണ്. ഇരുട്ടത്ത് നടക്കുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം അയാൾക്ക് പന്തയം വച്ചതിന്റെ ധൈര്യം കൊണ്ട് അയാൾ ഒരു ചുവട് മുമ്പോട്ട് നടക്കും. അടുത്ത ചുവട്ടിൽ തനിയെ ഇരിക്കുന്ന ഭയം പുറത്തു വരും. അപ്പോൾ ധൈര്യത്തിലും ഭയത്തിലും അയാൾ മുമ്പോട്ട് പോകും. കൂടുതലും ഭയത്തിലായിരിക്കും മുമ്പോട്ട് പോകും. കാരണം ഭയം അയാളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അത് അയാൾക്ക് പുതുതായി കൊണ്ടുവരേണ്ട കാര്യമില്ല. ധൈര്യം അയാൾ ആർജിക്കുന്നതാണ് തൽക്കാലത്തേക്ക് ആർജിക്കുന്നത്. അതൊരു ദുർബലമായ വൃത്തിയായിരിക്കും. അത് അല്പസമയത്തേ നിൽക്കത്തുള്ളൂ. ഭയം അയാൾ സഹജമായിരിക്കുന്നതുകൊണ്ട് കൂടുതലും പൊന്തി വരുന്ന അതായിരിക്കും. അതുകൊണ്ട് അയാൾ ഇരുട്ടത്തുള്ള അയാളുടെ യാത്രയെന്ന് പറയുന്നത് ഭയരഹിതമായിരിക്കത്തില്ല. ഭയന്നായിരിക്കുകയാണ് മുമ്പോട്ട് പോകുന്നത്. ഇതുപോലെയാണ് ഈ ആൾക്കാർ ധ്യാനത്തിൽ ഭയക്കുന്നു എന്ന് പറയുന്നത്. ധ്യാനിച്ചങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ ഭയന്നു എന്ന് പറയുന്നു. അത് അയാളുടെ പ്രകൃതി തന്നെ വെളിപ്പെടുന്നതാണ്. അല്ലാതെ ധ്യാനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ധ്യാനത്തിൽ ഒരിക്കലും ഭയം സംഭവിക്കത്തില്ല. ധ്യാനത്തിൽ ഭയം സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അയാളപ്പോൾ ധ്യാനിക്കുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഭയം ധ്യാനത്തിന്റെ സൃഷ്ടിയല്ല. അതുകൊണ്ട് ധ്യാനത്തെ സംബന്ധിച്ചുള്ള ഭയചിന്തകളെല്ലാം അസ്ഥാനത്താണ്. അങ്ങനെ ഭയക്കുന്നവർ ധ്യാനിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ധ്യാനിച്ച് ഭയക്കുന്നതിനും നല്ലത് ധ്യാനിക്കാതെ ഭയന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഉപാസകൻ അങ്ങനെ ഒരു തരത്തിലും ഉള്ള ഭയസങ്കല്പങ്ങളും വേണ്ട, ഭയത്തെക്കുറിച്ചുള്ള ചിന്തകളും വേണ്ട. അവൻ ധ്യാനിക്കുന്ന എന്താണ്? അഭയസ്വരൂപമായ പ്രണവത്തെയാണ്. അവിടെ ഭയത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്നാണ്. വിഞ്ചീത പ്രണവേ ചേത പ്രണവോ ബ്രഹ്മ നിർഭയം പ്രണവേ നിത്യയുക്തസ്യ ന ഭയം വിദ്യതേ ക്വചിത്
ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഉപാസകന് തന്റെ ഉപാസന തുടരുന്നതിന് സഹായകമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഉപാസനയിൽ അയാൾ എങ്ങനെയായിരിക്കണം, ഉപാസന എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ അതിന് മുന്നോട്ട് പോകണം, എങ്ങനെ അത് അവസാനിപ്പിക്കണം. അതേസമയം ഇത് ഉപാസനയുടെ സ്തുതിയുമാണ്. ഉപാസനയുടെ അല്ലെങ്കിൽ പ്രണവത്തിന്റെ സ്തുതി വ്യംഗ്യേന, സ്തുതി എന്നുള്ള രീതിയിൽ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള, സാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. പ്രണവോഹ്യപരം ബ്രഹ്മ പ്രണവസ്യ പരസ്മൃത അപൂർവോനന്തരോ ബാഹ്യോ അനപര പ്രണവോ വ്യയ പരാപരേ ബ്രഹ്മണി പ്രണവഃ പരമാർത്ഥതഃ ക്ഷീണേഷു മാത്രാപാദേഷു പര ഏവ ആത്മാ ബ്രഹ്മേതി ന പൂർവം കാരണമസ്യ വിദ്യതേ ഇത്യപൂർവഃ. പ്രണവോ ഹി അപരം ബ്രഹ്മ പ്രണവസ്യ പര. പ്രണവമാണ് അപരബ്രഹ്മം, പ്രണവമാണ് പരബ്രഹ്മം എന്ന് പറയുന്നു. പരാപരേ ബ്രഹ്മണി പ്രണവഃ. പരാപരബ്രഹ്മങ്ങൾ അത് ഈ പ്രണവം തന്നെയാണ്. കാരണം ഈ വേദത്തിൽ പരാപരബ്രഹ്മങ്ങളെ കുറിച്ച് പറയും. അവിടെ പരബ്രഹ്മം എന്ന് പറയുന്നത് ജഗത് കാരണമായിരിക്കുന്ന, സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്ന നിർഗുണ ബ്രഹ്മം, നിരാകാരമായ ബ്രഹ്മത്തെ പരബ്രഹ്മമെന്ന് പറയും. ആ ബ്രഹ്മത്തിൽ നിന്നും ഒരു കാര്യബ്രഹ്മം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. ചിലയിടത്ത് തന്നെ പ്രജാപതി എന്ന് പറയുന്നു വേദത്തിൽ തന്നെ. ഇങ്ങനെ ഒരു കാര്യബ്രഹ്മത്തെക്കുറിച്ച് വേദത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ആ കാര്യബ്രഹ്മമാണ് പിന്നീട് സൃഷ്ടിയിൽ ഏർപ്പെടുന്നത്. ജഗത് സൃഷ്ടിയെല്ലാം ആ കാര്യബ്രഹ്മത്തിന്റെ പ്രവർത്തനമാണ് എന്നെല്ലാം വേദത്തിൽ പറയുന്നുണ്ട്. കാര്യബ്രഹ്മത്തിന്റെ ഉപാസനയെക്കുറിച്ച് പറയുന്നു. കാര്യബ്രഹ്മത്തിന്റെ ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹിരണ്യഗർഭ ലോകം, ഹിരണ്യഗർഭ ഉപാസന, ഹിരണ്യഗർഭ പ്രാപ്തി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് ശ്രുതിയിൽ. അപ്പോൾ പലരും ഈ ബ്രഹ്മധ്യാനത്തിൽ മുഴുകുന്നത് പോലെ തന്നെ ഹിരണ്യഗർഭ ഉപാസനയിലും മുഴുകിയിരിക്കുന്നു. അതിന്റെ ഉപായങ്ങളെക്കുറിച്ചും പറയുന്നു. അപ്പം അതിന് രണ്ടിനെയും എടുത്തുകൊണ്ടിവിടെ പറയുകയാണ്, പരബ്രഹ്മവും അപരബ്രഹ്മവുമായിരിക്കുന്നത് ആ പ്രണവം തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. പരമാർത്ഥതഃ ക്ഷീണേഷു മാത്രാഭാവേഷു പര ഏവ ആത്മാ ഭവതി ബ്രഹ്മേതി ഭവതി. പരമാർത്ഥത്തിൽ എന്താണ്? ക്ഷീണേഷു മാത്രാപാദേഷു. ഉപാസകനെ സംബന്ധിച്ച് ആ ഉപാസനയിൽ അവൻ മാത്രാപാദങ്ങൾക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ പര ഏവ ആത്മാ, അവനെ സംബന്ധിച്ചിടത്തോളം ആ പരമാത്മാവ് തന്നെയാണ് തന്റെ ആത്മാവായിരിക്കുന്നത്. അവിടെ പരബ്രഹ്മമെന്നും അപരബ്രഹ്മമെന്നും രണ്ടില്ല. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവന് തുര്യാധിഗമം, തുര്യനെയാണ് അവന് പ്രാപിക്കേണ്ടത്. അവിടെ പരബ്രഹ്മം അപരബ്രഹ്മമെന്ന് രണ്ടില്ല. ഇവിടെ പരബ്രഹ്മവും അപരബ്രഹ്മവും പ്രണവമാണെന്ന് പറയുമ്പോൾ രണ്ടെന്ന് ധരിക്കരുത് എന്ന് പറയുകയാണ്. ഇത് താൻ തന്നെയാണ്, തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്.
കാരണം ഉപാസകൻ അവസാനം എവിടെയാണ് എത്തിച്ചേരുന്നത്? ഉപാസകൻ ആ തുര്യൻ താൻ തന്നെയാണെന്നാണ് എത്തിച്ചേരുന്നത്. താൻ ധ്യാനിച്ച് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ആ തുര്യൻ അവൻ താൻ തന്നെയാണെന്നാണ്. പരയേവ ആത്മാ, തുര്യനെയും അവൻ ഭാവനയെ കാണുകയാണ്. തന്നെ തനിക്ക് ഭാവന ചെയ്യേണ്ട ആവശ്യമില്ല, താൻ തനിക്ക് സദാ പ്രത്യക്ഷമാണ്. അപ്പൊ തനിക്ക് സദാ പ്രത്യക്ഷമായിരിക്കുന്ന താൻ, ആ താനാണ് താൻ ഭാവന ചെയ്യുന്ന തുര്യൻ എന്നാണ്. അതുകൊണ്ട് പരയേവ ആത്മാ ബ്രഹ്മ എന്നാണ് അറിയുന്നത്. അവനോട് പരാപരം എന്ന് രണ്ടെണ്ണത്തിനെ ധ്യാനിക്കാനല്ല പറയുന്നത്, തന്നെ തന്നെ ധ്യാനിക്കാനാണ്. താൻ തന്നെയാണ് ആ തുര്യനെങ്കിൽ പിന്നെ എന്തിന് പ്രത്യേകിച്ച് ധ്യാനിക്കേണ്ടി വരുന്നു? അതിന് സമാനം മുമ്പ് പറഞ്ഞു. എന്താണ്? താൻ തന്നെക്കുറിച്ച് ബോധിക്കുന്നത് തന്റെ വാസ്തവ സ്വരൂപത്തെ അല്ല, തന്റെ യഥാർത്ഥ സ്വരൂപത്തെ അല്ല താൻ താനായി ബോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഒരു മറയുണ്ട്. ആ മറ മാറുന്നതാണ് തുര്യനെ താനായി സാക്ഷാത്കരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രണവം എന്ന് പറയുന്നത് എന്താണ്? ആത്യന്തികമായി തന്റെ തന്നെ വാസ്തവ സ്വരൂപമാണ് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. അതുപോലെ ആ പ്രമാണം എന്താണ്? അപൂർവമാണ്. പൂർവം കാരണമസ്യ വിദ്യത ഇത്യപൂർവ. ആ പ്രണവത്തിലൂടെ താൻ ഏതിനെയാണ് പ്രാപിക്കേണ്ടത്? ഉപാസകന്റെ മനസ്സിൽ പ്രണവത്തെക്കുറിച്ച് എന്ത് ധാരണയാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുന്നു. ആ പ്രണവം മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ല. കാരണമസ്യന വിദ്യത, അതിനൊരു കാരണമില്ല. അത് സർവകാരണനാണെന്നോ സർവകാരണ അതീതനാണെന്നോ എന്നെല്ലാം പറയാം. അതൊരു ഉപാസകന് ഈ തുര്യനെ പ്രാപിച്ച് പിന്നെ അതിനപ്പുറം അങ്ങനെയൊന്നുമില്ല. സാധനം പറയേണ്ടത് തുര്യ അതീതമൊന്നും മറ്റും അതെല്ലാം കേവല കൽപ്പനകളാണ്. അതിനപ്പുറം, കാരണം ഒരുവന് തന്റെ സ്വരൂപത്തിനപ്പുറം പ്രാപിക്കാനായിട്ട് മറ്റൊന്നുമില്ല. താൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് തനിക്ക് നടക്കാൻ പറ്റത്തില്ല, അതൊരിക്കലും സാധ്യമല്ല. താൻ നടക്കുന്ന ഇവിടത്തേക്കായിരിക്കും തന്റെ അന്യലക്ഷ്യങ്ങളിലേക്ക് വരും. താൻ നിൽക്കുന്നിടത്തേക്ക് തനിക്ക് എങ്ങനെ നടക്കാൻ പറ്റും? തന്റെ സ്വരൂപത്തിനപ്പുറം തനിക്ക് എത്തിച്ചേരേണ്ടതായിട്ട് മറ്റൊരു ലക്ഷ്യമില്ല. അതുകൊണ്ട് അതിനെ പറയുന്നു എന്താണ്? അത് അപൂർവനാണ്. ന അസ്യ അന്തരം ഭിന്നജാതിയും കിഞ്ചിത് വിദ്യത ഇത്യനന്തരഃ. ഇത് അനന്തരമാണ്. ഇവിടെ മറ്റൊന്നില്ല. ഇവിടെ ഉപാസകന് സാക്ഷാത്കാരത്തിൽ സംശയം വരില്ല. സാക്ഷാത്കാരം വരെ താൻ എന്തിനെയാണോ ധ്യാനിക്കുന്നത് അതിനെക്കുറിച്ച് സംശയങ്ങൾ വരാം. ആ സംശയങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. തത്വമസി എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? നീയാണ് ആ പരബ്രഹ്മമെന്നാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ എന്താണ്? താൻ തന്നെയാണെന്നാണ്. താനെന്ന് പറയുമ്പോൾ അവിടെ സാധാരണ സംശയിക്കും എന്താണ്? തനിക്കിന്ന് അജ്ഞേയമായിരിക്കുന്ന ഏതോ ഒന്ന്, അതിനെയാണോ ഇവിടെ ഇനി സാക്ഷാത്കരിക്കേണ്ടത്? താൻ ഇന്നുവരെ അറിയാത്തത് അങ്ങനെ ഒരു സാധനത്തെയാണോ? അതല്ല എന്നാണ്. കാരണം താൻ ഇന്നുവരെ അറിയാത്തതും ഇനി അറിയേണ്ടതായിട്ടുമുള്ള ഒന്നിനെയല്ല ഇവിടെ സാക്ഷാത്കരിക്കാൻ പറയുന്നു. അങ്ങനെയൊന്നല്ല. ഉന്നാസി അന്തരം ഭിന്നജാതിയും കിഞ്ചിത് വിദ്യതേ, അതിൽ നിന്ന് അന്തരമായി ഭിന്നജാതിയുമായിട്ടൊന്നുമില്ല. ഇന്നുവരെ താൻ അറിയാത്തതും ഇനി അറിയേണ്ടതുമായിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ടാണ് പറയുന്നത് തുര്യൻ ജാഗ്രതത്തിലും പ്രകാശിക്കുന്നു. ജാഗ്രതത്തിനെ നിലനിർത്തുന്നതാണ് തുര്യൻ. അപ്പൊ ജാഗ്രതത്തിൽ നിന്നത് അന്യനാകാൻ വഴിയില്ല.
അതുപോലെ സ്വപ്നത്തെയും സുഷുപ്തിയെല്ലാം പ്രകാശിപ്പിക്കുന്നതാണ് തുര്യൻ. അപ്പൊ ഇതൊന്നും തന്നെ ആ തുര്യനിൽ നിന്ന് അന്യമല്ല, ഇതിൽ നിന്ന് അന്യവുമല്ല തുര്യൻ. ആണ് പറഞ്ഞത് പാദ മാത്ര മാത്രാശ്ച പാദാഹ. അതുകൊണ്ട് നീ നിന്നെ അറിയൂ, നീ നിന്റെ സാക്ഷാത്കരിക്കൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ അറിയാതിരിക്കുന്നതും ഇനി അറിയേണ്ടതായ മറ്റൊന്നുമാണ് എന്ന് ധരിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ അറിവും അറിവില്ലായ്മയും, ഇതാണ് നമ്മുടെ ഇന്നത്തെ അറിവും അറിവില്ലായ്മയും ചേർന്നതാണ്. ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒന്നല്ല അത്. നമ്മുടെ അറിവിലൂടെയോ നമ്മുടെ അറിവില്ലായ്മയിലൂടെ ഗ്രഹിക്കേണ്ട ഒന്നല്ല അത്. മറിച്ച് നമ്മുടെ അറിവിനും നമ്മുടെ അറിവില്ലായ്മയ്ക്കും ആധാരമായിരിക്കുന്നതാണ്. അതാണത്. അങ്ങനെ അതിനെ ബോധിക്കണം. അതിനെയാണ് നിന്റെ സ്വരൂപം എന്ന് ബോധിപ്പിക്കുന്നത്. അപ്പൊ അത് മറ്റൊരു വസ്തുവല്ല, പ്രാപിക്കേണ്ടതായ ഒരു വസ്തുവല്ല, വിസ്മരിച്ചു പോയ ഒരു വസ്തുവല്ല, നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തുവല്ല. ആ തരത്തിലൊന്നും അതിനെ ധരിക്കരുത്. അങ്ങനെ ധരിച്ചതിനെ അന്യമാക്കരുത് എന്നർത്ഥം. അങ്ങനെയുള്ള കൽപ്പനകൾ തുര്യനെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ തുര്യൻ അന്യമായി. നമ്മുടെ അറിവിലൂടെയും അറിവില്ലായ്മയിലൂടെയും നമ്മൾ തുര്യനെ ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ തുര്യൻ ശ്രുതി എന്താണ് പറയുന്നത്? അതിന്റെ സ്വരൂപമാണ്. അതല്ലാതായിത്തീരുന്നു, അത് അന്യമായിത്തീരും. അതുകൊണ്ട് അങ്ങനെ അതിനെ ധരിക്കരുത്, ഒരിക്കലും അതിനെ അന്യമാക്കരുത്. അത് അനന്യമായി തന്നെ ഇരിക്കും. അത് മനസ്സ് അന്തർമുഖമാകുമ്പോൾ അതിന്റെ അനന്യത സ്വയം വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള അന്യതാബോധം ഉണ്ടാകുകയല്ല ചെയ്യുന്നത്. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. നാസ്യാന്തരം ഭിന്നജാതിയും കിഞ്ചിത് വിദ്യത അനന്തര. അത് അനന്തരമാണ്, അത് അനന്യമാണ്, സ്വസ്വരൂപം തന്നെയാണ് എന്ന് പറയുന്നത്. തഥാ ബാഹ്യം അന്യെന്ന വിദ്യത ഇത്യബാഹ്യ. തുര്യനെ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സുകൊണ്ടാണ്. മനസ്സുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത്. മനസ്സുകൊണ്ട് അന്വേഷിക്കുമ്പോൾ എന്താണ് നമ്മൾ ശ്രമിക്കുന്നത്? നമ്മുടെ മനസ്സിനെ ഈ തുര്യനെ വിഷയമാക്കാൻ കഴിയുമോ എന്നാണ്. അതാണ് നമ്മൾ മറ്റ് ഓരോ വിഷയങ്ങളെയും അറിയാൻ ശ്രമിക്കുന്നത് പോലെ തുര്യനെയും നമ്മുടെ മനസ്സിന് വിഷയമാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? മനസ്സിന് അങ്ങനെ ഒരു വസ്തു വിഷയമാകണമെങ്കിൽ അത് മനസ്സിന് അന്യമായിരിക്കും. അന്യമായാലേ അതിനെ ഗ്രഹിക്കാൻ പറ്റും. മനസ്സ് തന്നെ ഗ്രാഹകനായും ഗ്രാഹ്യമായും ഇരിക്കും. മനസ്സ് തന്നെ അറിയുന്നവനായും അറിയുന്ന വിഷയമായും ഇരിക്കും. പക്ഷെ മനസ്സ് ഒരു വസ്തുവിനെ അറിയുമ്പോൾ ആ മനസ്സിനെ അതിനെ വിഷയമാക്കി ഗ്രാഹ്യമായിട്ട് അതിനെ അറിയാൻ പറ്റും. അപ്പോൾ അത് അന്യമായി പോകും. അങ്ങനെ അതിനെ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നത് എന്താണ്? ഇതെല്ലാം ചിത്തസ്പന്ദനമാണ് എന്ന് പറയുന്നത്. സർവവും ചിത്തസ്പന്ദനമാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന പുസ്തകവും ഈ പുസ്തകത്തെ അറിയുന്ന മനസ്സും ഈ പുസ്തകത്തെ അറിയുന്നവനും ചിത്തസ്പന്ദനമാണ് എന്നാണ് ഇവിടെ അടുത്തിനി പറയാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കെ എല്ലാം ഒന്നാണെങ്കിൽ, ഏകമായിരുന്നാൽ ഞാൻ അറിയുന്നവൻ, ഇതിന്റെ അറിവ്, ഇത് ഞാൻ അറിയുന്ന വിഷയം എന്നുള്ള ഒരു ബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് സദാ സർവബോധം ഉണ്ടാകാത്തത്. നമുക്കൊരു സമയം ഒരു ബോധം ഉണ്ടാകുന്നു, വേറെ സമയം വേറൊരു ബോധം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു വിഷയത്തെ അറിയുമ്പോൾ ആ അറിവ് തന്നെ സ്വയം, ആ മനസ്സ് തന്നെ സ്വയം അറിയുന്നവനായി മാറി നിൽക്കുന്നു. ആ മനസ്സ് തന്നെ എന്ത് ചെയ്യുന്നു? തന്നിൽ ഒരു അറിവിനെ സൃഷ്ടിക്കുന്നു മനസ്സിൽ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? തനിക്ക് അറിയുന്നതിന് വേണ്ടി തന്നിൽ ബാഹ്യമായ ഒരു വിഷയത്തെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് അന്യമായിട്ടാണ് സർവ്വ വസ്തുക്കളെ അത് അറിയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് എന്റെ വിഷയം, ഇത് ഞാൻ അറിയുന്ന വിഷയം,
ഇതെന്റെ അറിവിന്റെ വിഷയം, ഇങ്ങനെയെല്ലാം പറയും. അപ്പോൾ മനസ്സിന്റെ പ്രത്യേകതയാണ് എന്താണ്? അതിനെ ബാഹ്യമായി അറിയാൻ പറ്റും. വിഷയങ്ങൾ അതിനങ്ങനെ അറിയാൻ പറ്റും. മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന സുഖദുഃഖാദികളെ അനുഭവങ്ങൾ പോലും നമ്മളതിനെ വിഷയമാക്കി അന്യമാക്കിയിട്ടാണ് അറിയുന്നത്. ആത്മാവ് അങ്ങനെയല്ല. ആത്മാവ് ഒരിക്കലും ആത്മാവിനെ അന്യമാക്കി അറിയാൻ പറ്റത്തില്ല. നമ്മൾ വളരെ പരിശ്രമിച്ച് ആത്മാവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. വളരെ പരിശ്രമിച്ചിട്ട് നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് അതിനെ ഒരു വിഷയമാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടത് പറ്റുന്നില്ല? അത് അതിന്റെ സ്വരൂപമാണ്, മനസ്സിന്റെ സ്വരൂപമാണ്. മനസ്സിന്റെ സ്വരൂപമായതുകൊണ്ട് മനസ്സിനൊരിക്കലും ആത്മാവിനെ വിഷയമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് ബാഹ്യമല്ല എന്ന് പറയുന്നത്. മറ്റെല്ലാ വിഷയങ്ങളും ബാഹ്യമാണ്, സ്വരൂപം ഒരിക്കലും വിഷയമാകുന്നില്ല. പിന്നെ സ്വരൂപത്തിൽ എന്താ സംഭവിക്കുന്നത്? അത് സ്വയം പ്രകാശിക്കും മാത്രം. അതെന്ത് ചെയ്യുന്നു? അത് മനസ്സിനെ പ്രകാശിപ്പിക്കും. അതായത് അത് മനസ്സിനെ പ്രകാശിപ്പിക്കുമ്പോൾ ആ പ്രകാശത്തിന്റെ സഹായം കൊണ്ട് മനസ്സ് സർവത്തെയും പ്രകാശിപ്പിക്കും, മനസ്സ് സർവത്തെയും അന്യമാക്കുന്നു. അതുകൊണ്ട് അതിനെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, അല്ലെങ്കിൽ സാധകനോട് ആവശ്യപ്പെടുകയാണ്, മറ്റു വിഷയങ്ങളെ അറിയുന്നത് പോലെ ആത്മാവിനെ ബാഹ്യമായി അറിയാൻ ശ്രമിക്കരുത്. നിങ്ങൾ വിഷ്ണുവിന്റെ രൂപത്തെയോ ശിവന്റെ രൂപത്തെ പരമാർത്ഥ സ്വരൂപത്തെ അല്ല, നിങ്ങളുടെ ഭാവനയിലുള്ള രൂപത്തെ നിങ്ങൾ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് അതിനെ ബാഹ്യമായി അറിയാൻ പറ്റും. കാരണം എന്തുകൊണ്ട്? രൂപങ്ങളെല്ലാം ബാഹ്യങ്ങളാണ്. പക്ഷേ പരമാർത്ഥ സ്വരൂപത്തെ ചിന്തിച്ചാൽ ഒരിക്കലും അതിനെ ബാഹ്യമായി അറിയാൻ പറ്റത്തില്ല. അത് അബാഹ്യം ആണ്. അതുപോലെ അപരം കാര്യം അസിന വിദ്യതയിക്ക് അനപരഹ. അവിടെയും ഇതെന്താണ്? ഇതൊരു കാര്യമല്ല, അനപര എന്ന് പറയുന്നു. നമ്മൾ എല്ലാ പ്രയത്നവും ചെയ്യുന്നത് ഒരു കാര്യത്തെ, അതായത് ഒരു ഫലത്തെ ഉദ്ദേശിച്ചിട്ടാണ്. ഏത് പ്രവൃത്തി ചെയ്താലും അത് ബാഹ്യമായ യത്നം, കായികമായ പ്രവൃത്തികൾ അതായാലും ശരി, മാനസികമായ പ്രവൃത്തികളായാലും ശരി. ഒരാളോട് ചോദിക്കുന്നു, നീ എന്തിനാ ധ്യാനിക്കുന്നത്? പറയും, എനിക്ക് മനസ്സിന് സന്തോഷം വേണം, മനസ്സിന് ഏകാഗ്രത വേണം, മനസ്സിന് സമചിത്തത വേണം. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യത്തെ, കാര്യം എന്ന് വെച്ചാൽ ഫലം, ചെയ്യപ്പെടുന്നതിനാണ് കാര്യമെന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. തീർച്ചയായും ധ്യാനത്തിന് ഫലമുണ്ട്, ഇത്തരം ഫലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പറയുന്ന ഈ ഉപാസന എന്താണ്? അത് ഒരു കാര്യമല്ല, ഒരു ഫലമല്ല. ഈ ഉപാസനയിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊരു ഫലം ഉണ്ടാകത്തില്ല. നമ്മൾ മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന വ്യായാമം, മാനസിക വ്യായാമങ്ങൾക്ക് ഫലമുണ്ടാകും. ഉദാഹരണം, നമ്മൾ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ശരീരത്തെ കൊണ്ട് വ്യായാമങ്ങൾ ചെയ്യിക്കും, അവിടെ തീർച്ചയായും ഫലമുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഒരാളെ ധ്യാനിക്കാൻ പറയും, ആ ധ്യാനത്തിന് ഫലമുണ്ട്. എന്തുകൊണ്ട്? അത് മനസ്സിന്റെ വ്യായാമമാണ്. മനസ്സിന് കൂടുതൽ ആരോഗ്യം ഉണ്ടാവും, മനസ്സിന് കൂടുതൽ കാര്യക്ഷമത വരും, മനസ്സിന് ഏകാഗ്രത വരും, ഈ ഫലങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ യത്നത്തിന് തീർച്ചയായും ഫലമുണ്ട്. പക്ഷെ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവന് ഇതിൽ ഫലമൊന്നും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഈ തുര്യ അധിഗമം എന്ന് പറയുന്നത് അത് ഒരു ഫലമല്ല. എന്തുകൊണ്ട്? അത് കാര്യം കാരണം എന്ന ഈ സാപേക്ഷികമായ തലത്തിന് അപ്പുറമാണ്, അതീതമാണ്. അപ്പോൾ അവൻ ധ്യാനിച്ചിവിടെ ഒന്നും നേടിയെടുക്കുന്നില്ല എന്നർത്ഥം. എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞു വരുന്ന ധ്യാനവും ഇവിടെ പറയുന്ന പരമാർത്ഥ ധ്യാനവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നു. സാധാരണ ധ്യാനങ്ങളിൽ നമുക്ക് പലതും നേടിയെടുക്കാൻ, മനസ്സിന്റെ സിദ്ധിവിശേഷങ്ങളോ
എന്തിനാ അണിമാതി ഐശ്വര്യങ്ങളെ കുറിച്ച് തന്നെ പറയുന്നില്ലേ ധ്യാനഫലമായിട്ട്? അതെല്ലാം ഫലമായി വരുന്നതാണ്. ഇവിടെ പരമാർത്ഥ ധ്യാനത്തിൽ, പ്രണവധ്യാനത്തിൽ ഇങ്ങനൊരു കാര്യം ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ ആത്മാവ് ഒന്നിനും കാര്യമല്ല. ആത്മാവ് ഒന്നിനും കാര്യമല്ലെങ്കിൽ അതൊരിക്കലും ധ്യാനത്തിന്റെയും കാര്യമല്ല. പിന്നെ ധ്യാനം കൊണ്ട് എന്താ നേടുന്നത്? മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള മറ മാറ്റുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ പുതിയൊരു കാര്യം, മനസ്സിനെന്തെങ്കിലും ഒരു സവിശേഷത അത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. സാധാരണ നമ്മൾ അഭ്യാസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് മാറ്റം വരുത്താം. എങ്ങനെ? താമസികമായ മനസ്സിനെ നമുക്ക് രാജസമാക്കാം, അതിനെ സാത്വികമാക്കാം. ഇതൊക്കെ മനസ്സിന്റെ തലത്തിൽ നടക്കുന്നതാണ്. ഇവിടെ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെന്തെങ്കിലും പരിവർത്തനം വരുത്തുന്നതല്ല. ഇവിടെ എന്താ? മനസ്സ് തന്നെ സ്വയം നിലനിൽക്കാത്തതാണ്. മനസ്സ് തന്നെ എന്തുകൊണ്ട് അവിടെ പറഞ്ഞില്ലേ എന്നാ കിഞ്ചിതവി ചിന്തയെ? നമ്മൾ സാധാരണ ധ്യാനത്തിലൊക്കെ എന്താ ചെയ്യുന്നത്? മനസ്സിനെ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ്. എന്തുകൊണ്ട്? ആ മനസ്സ് നമുക്ക് മറ്റു പല കാര്യത്തിനും അതിനെ ഉപയോഗിക്കും. അപ്പം നമ്മൾ ധ്യാനം പഠിക്കുന്നവർക്ക് പറയും, ധ്യാനം ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. അതൊക്കെ ശരിയാണ്. മനസ്സിന്റെ തലത്തെ സംബന്ധിച്ചിടത്തോളം അത് പറയുന്നതൊക്കെ ശരിയാണ്. അങ്ങനെ ധ്യാനം പഠിപ്പിക്കുന്നതിനും തെറ്റില്ല. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ ആത്മധ്യാനത്തെയാണ് നിർദ്ദേശിക്കുന്നത്. ആത്മധ്യാനത്തിൽ മനസ്സ് പിന്നെ അവശേഷിക്കുന്നില്ല. മനസ്സവിടെ അന്യമായി ശേഷിക്കുന്നില്ല. മനസ്സവിടെ ആത്മസ്വരൂപം തന്നെ. അതാണ് കിഞ്ചിതവി ചിന്തയെന്ന് തുടങ്ങിയത്. അപ്പം മനസ്സിന് നമ്മൾ സാധാരണ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സാധനകളെല്ലാം മനസ്സിലാണ്. നമ്മൾ ഏത് സാധനയും നമ്മൾ നിരീക്ഷിക്കുന്ന നമ്മുടെ മനസ്സിനെയാണ്. മനസ്സിലതെന്ത് മാറ്റത്തെ ഉണ്ടാക്കുന്നു, മനസ്സിനെ അതെങ്ങനെ നിലനിർത്തുന്നു, മനസ്സിൽ സന്തോഷമുണ്ടോ, മനസ്സ് പ്രവാസിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ്. ഇവിടെ പരമാർത്ഥ സാധനയിൽ മനസ്സ് നിരീക്ഷണ വിഷയമേ അല്ല. മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മനസ്സവിടെ നിൽക്കും, നിരീക്ഷിക്കുന്നവനായി നിൽക്കും. അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ എന്താണ്? തുര്യനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. തുര്യനിൽ നിന്ന് അന്യമായിട്ട് മനസ്സ് ഇല്ല. എന്നുവെച്ചാൽ മനസ്സ് നഷ്ടപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. മനസ്സ് നമ്മൾ ധരിക്കുന്ന രീതിയിൽ ഇല്ലാതാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ എന്താണ്? തുര്യൻ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും എല്ലാം അവൻ തുര്യനിൽ തന്നെ കാണുന്നു, അല്ലെങ്കിൽ തുര്യനായി തന്നെ കാണുന്നു. അപ്പം മനസ്സിന് സ്വതന്ത്രമായി ഇന്ന് നിൽക്കുന്നത് പോലെയുള്ള ഒരു നിലനിൽപ്പ് അവിടെയില്ല. അതുകൊണ്ട് ഈ ധ്യാനത്തിന് കാര്യമില്ല. എന്തുകൊണ്ട്? ആത്മാവ് സ്വയം കാര്യമല്ലാതിരിക്കുന്നത് കൊണ്ട്. അതാണ് സ്വരൂപാധിഗമം എന്ന് പറയുന്നത്. സ്വരൂപാധിഗമത്തിൽ മനസ്സിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. മനസ്സും അവിടെ പ്രകാശിക്കുന്നു. അത് മനസ്സായിട്ടല്ല, ആത്മസ്വരൂപമായിട്ട് തന്നെ. അതാണ് അനപരൻ എന്ന് പറയുന്നത്. സബാഹ്യാഭ്യന്തരോ ഹ്യജഹ സൈന്ധവഘനവത്. അതിന് നല്ല മനോഹരമായൊരു ദൃഷ്ടാന്തമാണ് കൊടുത്തിരിക്കുന്നത് ഭാഷ്യകാരൻ. ഉപ്പുകല്ല് പോലെ എന്ന് പറയും. ഉപ്പുകല്ലെന്ന് പറയുമ്പോൾ എന്താണ്? ഉപ്പുകല്ലിൽ നമ്മൾ കൽപ്പിക്കുന്ന നാമമുണ്ട്, സൈന്ധവഘനം. നമ്മൾ കൽപ്പിക്കുന്ന രൂപമുണ്ട്. എന്താണ്? ഉപ്പിന്റെ രൂപം, കല്ലുപ്പ്. ഇന്നത്തെ പൊടിയുപ്പല്ല, തെറ്റിപ്പോയത്. അപ്പോൾ അതിന് നാമവും രൂപമുണ്ട്. അവിടെ ആ നാമവും രൂപവും പോലെയാണ് ഈ മനസ്സും പ്രപഞ്ചവുമല്ല. പക്ഷെ അത് ഏത് ഭാഗത്ത് നോക്കിയാലും എന്താണ് അനുഭവപ്പെടുന്നത്? ഉപ്പ്, ഏകരസം, ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ ആ തുര്യനിൽ മനസ്സും ഈ മനസ്സ് വെളിപ്പെടുത്തുന്ന പ്രപഞ്ചവും എല്ലാം ഏകരസം, സൈന്ധവഘനം പോലെ ഏകത്വ ഭാനം എന്ന് പറയാൻ നമുക്കാണ്.
മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഏകത്വ പ്രതീതി അത് മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ കാര്യകാരണങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അതിന് പരമാവധി നൽകാവുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് കേവലം ഭാവന ചെയ്യാൻ വേണ്ടി ആ സാധകന്റെ അനുഭവം എന്തായിരിക്കും? സൈന്ധവഘനം പോലെ. അപ്പോൾ ഉപ്പിനെ കാണുന്നവൻ, ഉപ്പിനെ രുചിക്കുന്നവൻ ഉപ്പിന്റെ നാമത്തിനെയോ അല്ലെങ്കിൽ ഉപ്പിന്റെ അതിന്റെ രൂപത്തെയോ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതിനൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു? അവൻ ആ ഉപ്പിന്റെ രസത്തെ മാത്രം അനുഭവിക്കുന്നു. അപ്പോ ഇവനെന്ത് ചെയ്യുന്നു? ഇവിടെ സ്വയം ഉപ്പായി തന്നെ ഇരിക്കുന്നു, സൈന്ധവഘനമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ ആ തുരിയ പ്രകാശമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയാം. അല്ലെങ്കിൽ തുരിയ പ്രകാശമായിട്ട് സർവത്തെയും കാണുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ തുര്യനിൽ നിന്നും അനന്യമായി സർവത്തെ അനുഭവപ്പെടുന്നു എന്ന് പറയാം. അതൊക്കെയാണ് ഈ തുരിയ അധിഗമത്തിന്റെ ഫലം. അല്ലെങ്കിൽ തുരിയ സാധന ചെയ്യുന്നവന്റെ ഭാവന ആ രീതിയിലാണ് എന്ന് പറയും. പ്രണവോഹ്യാപരം ബ്രഹ്മ പ്രണവശ്ച പരസ്മൃത അപൂർവോനന്തരോ ബാഹ്യോ ന പരപ്രണവോ വ്യയ. സർവസ്യ പ്രണവോഹ്യാദി മധ്യമന്തസ്ഥൈവ ച ഏവം ഹി പ്രണവം ജ്ഞാത്വാ വിശ്നുതേ തദനന്തരം. ആദിമധ്യാന്ത ഉപസ്ഥിതി ഉത്പത്തിസ്ഥിതി പ്രളയാഃ സർവസ്യൈവ മായാഹസ്തി രജ്ജുസർപ്പ മൃഗതൃഷ്ണിക സ്വപ്നാധിപത് ഉത്പദ്യമാനസ്യ വേദാദിപ്രപഞ്ചസ്യ യഥാ മായാവ്യാദയഃ ഏവം ഹി പ്രണവം ആത്മാനം മായാവ്യാധിസ്ഥാനീയം ജ്ഞാത്വാ തക്ഷണാദേവ തദാത്മഭാവം വിശ്വത്തെ ഇത്യർത്ഥഃ. ഉപാസകന്റെ ഉപാസന എങ്ങനെ അവസാനിക്കുന്നു എന്ന് പറയും. ആദിമധ്യാന്ത ഉത്പത്തിസ്ഥിതി പ്രളയാഃ. ഇവിടെ പറഞ്ഞ് സർവസ്യ പ്രണവോ ഹ്യാദി മധ്യം അന്തഃ തദൈവ ച. എല്ലാത്തിനും ആദിയായിരിക്കുന്നതും മധ്യമായിരിക്കുന്നതും അന്തമായിരിക്കുന്നതും പ്രണവം തന്നെ എന്ന് പറയുമ്പോൾ പ്രണവത്തിൽ നിന്നും അന്യമായി ഒന്നിനിവിടെ ഉത്പത്തി സ്ഥിതി ലയങ്ങളൊന്നുമില്ല. ഒന്നിനെന്ന് പറയുമ്പോൾ സാധാരണ ഉത്പത്തി സ്ഥിതി ലയങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ മനസ്സിനാണ്. ആ മനസ്സിനെ തുടർന്നാണ് ബാക്കി സർവ്വത്തിനും ഉത്പത്തി സ്ഥിതി ലയങ്ങൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ തന്റെ മനസ്സിന്റെ ഉത്പത്തി സ്ഥിതി ലയങ്ങൾ പോലും സർവത്തിന്റെ എന്ന് പറയുമ്പോൾ മുഖ്യമായും മനസ്സാണ്. അതുപോലും എന്താണ്? അതെല്ലാം ആ പ്രണവം തന്നെയാണ്. പ്രണവത്തിൽ നിന്ന് അന്യമായി മനസ്സിന്റെ ഒരു ഉത്പത്തി സ്ഥിതി ലയം അതൊന്നുമില്ല. കാരണം ഉപാസകന് തന്റെ ഉപാസനയ്ക്ക് നേരത്തെ പറഞ്ഞല്ലോ വ്യക്തമായ തത്വബോധം ഉണ്ടായാലേ ഉപാസനയിൽ മനസ്സ് സ്ഥിരമാകുന്നു. എന്തെങ്കിലും ഭ്രമചിന്തകളെ മനസ്സിൽ നിരന്തരം നിലനിർത്തിയാൽ ഉപാസനയാകത്തില്ല. താൻ എന്തിനെയാണോ ഉപാസിക്കുന്നത് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായും കൃത്യമായുമുള്ള ബോധം അവന് വേണം. അതിനുവേണ്ടിയിട്ടാണ് പറയുന്നത് മായാഹസ്തി, മായാജാലക്കാരൻ ഒരു ആനയെ കാണിച്ചു, രജ്ജുസർപ്പം, മൃഗതൃഷ്ണിക, സ്വപ്നം, ഇങ്ങനെ ഇവിടെ പ്രകടമാകുന്നതാണ് ഈ പ്രപഞ്ചം. വേദാദി പ്രപഞ്ചസ്യ, അതിസൂക്ഷ്മമായ ആകാശം തുടങ്ങി അതിസ്ഥൂലമായ പൃഥ്വി വരെയുള്ള ഈ പ്രപഞ്ചങ്ങളെല്ലാം ഇങ്ങനെ പ്രകടമാകുന്നു. ഇതിനെല്ലാം പ്രകടമാക്കി നശിപ്പിക്കുകയും ചെയ്യുന്ന മനസ്സ്, ഇത് എങ്ങനെ സംഭവിക്കുന്നു? യഥാ മായാവ്യാദയ, മായാവി മായാഹസ്തിയെ സൃഷ്ടിക്കുന്നു. ഒരു ഇന്ദ്രജാലക്കാരനാണ്, അവൻ കാഴ്ചക്കാരുടെ മുമ്പിൽ ഒരു ആനയെ സൃഷ്ടിച്ച് കാണിച്ചു.
കാഴ്ചക്കാർ കാണുന്നു ആന തുമ്പിക്കൈ ഉയർത്തി കൊമ്പ് കുലുക്കി വരുന്നത്. പക്ഷെ അവിടെ വാസ്തവത്തിൽ എന്തേ ഉള്ളൂ? മായാവി മാത്രമേ ഉള്ളൂ വാസ്തവമായിട്ട്. അതുപോലെ മറ്റുദാഹരണങ്ങൾ. അതുപോലെ ഈ മനസ്സിന്റെ ഈ ഇന്ദ്രജാലം ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ മായാവിയുടെ മായാശക്തി പോലെ ഈ മനസ്സ് ഇതിനെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുമ്പോൾ അന്തര്യാമി ഇതിങ്ങനെ സർവത്തെയും സൃഷ്ടിച്ചു. അന്തര്യാമിയുടെ ഈ സർവസൃഷ്ടിയിലും ഈ സൃഷ്ടിയൊക്കെ നമുക്ക് വിഭ്രാന്തി ഉണ്ടാക്കിത്തരുന്നതിന് വേണ്ടി ആ സൃഷ്ടിയുടെ ഒരു അംശമായ മനസ്സിന് ഈ ജീവനും കൊടുത്തു. അവൻ അതിന്റെ സഹായത്തോടുകൂടി എന്ത് ചെയ്യുന്നു? ഈശ്വര സൃഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ ഭ്രമിച്ചിരിക്കുകയാണ്. സ്വന്തം മനസ്സിൽ തന്നെ ഭ്രമിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇതെല്ലാം എന്താണ്? ആ സൃഷ്ടാവ് തന്നെയാണ്, മായാവി തന്നെയാണ്. മായാവിയിൽ നിന്ന് അന്യമായിട്ട് മായയില്ല. ഏവം ഹി പ്രണവം ആത്മാനം മായാവ്യാധി സ്ഥാനീയം. അതുപോലെ ഈ പ്രണവത്തെ, പ്രണവം എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുന്നു നിന്റെ സ്വരൂപം തന്നെ ആത്മാവ്, നിന്നെ തന്നെ. വാസ്തവത്തിലൂടെ മായാവിയായിരിക്കുന്ന ആരാണ്? നീ തന്നെയാണ് മായാവിയായിരിക്കുന്നത്. നീ എന്ന് പറഞ്ഞാൽ ആര്? ഈ അഹന്തയല്ല, നിന്നിലിരിക്കുന്ന അന്തര്യാമി, അല്ലെങ്കിൽ നിന്നിൽ തുരീയ ഭാവത്തിലിരിക്കുന്നവൻ, അവൻ തന്നെയാണ് ഈ മായാവിയായിരിക്കുന്നത്. ആത്മാനം മായാവ്യാധി സ്ഥാനീയം എന്ന് പറഞ്ഞിരിക്കുന്നു. നിന്റെ സ്വരൂപം തന്നെയാണ് ഈ മായാവിയായിരിക്കുന്നത്. അതിനെ ജ്ഞാത്വ, ഉപാസനയിലൂടെ അതിനെ സാക്ഷാത്കരിച്ചിട്ട്, എന്നുവെച്ചാൽ ഈ മായ മാറിയിട്ട് എന്നർത്ഥം. താൻ തന്നെയാണ് മായാവി, തന്റെ തന്നെ മായയെ താൻ ഉപസംഹരിച്ചാൽ മതി. അങ്ങനെ ഉപസംഹരിക്കുമ്പോൾ ഇതിന്റെ സാക്ഷാത്കാരമായി. അങ്ങനെ ഉപസംഹരിച്ചു കഴിഞ്ഞാൽ തക്ഷണാദേവ, ഏത് നിമിഷമാണോ ഇത് ബോധ്യപ്പെടുന്നത് എന്നാണ്. എന്നുവെച്ചാൽ ഉപാസന ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇനി തത്വജ്ഞാനം അവന്റെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ, അതാണ് ആ ക്ഷണമെന്ന് പറയുന്നത്. ഇവിടെ ക്ഷണമെന്ന് പറയുന്നതിന് പ്രത്യേകിച്ചൊരു കാലമൊന്നുമില്ല. അത് ആ ക്ഷണമെന്ന് പറയുന്നത് ക്ഷണത്തെ നശിപ്പിക്കുന്നതാണ്. കാലത്തിനവിടെ നിലനിൽപ്പില്ല. അത് ആത്മഭാവം വ്യശ്വതേ, അവനെന്ത് ചെയ്യുന്നു? ആത്മഭാവത്തെ പ്രാപിക്കുന്നു. അവന് സ്വരൂപ അധികമോ ഉണ്ടാകുന്നു, തുര്യ അധികമോ ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ അവൻ ഈ മായാശക്തിയുടെ തലത്തിൽ നിന്ന് അവൻ പിന്മാറുന്നു. ഈ മായാ വിഭ്രമങ്ങളിൽ നിന്നെല്ലാം അവൻ അതീതനായിത്തീരുന്നു. അതാണ് അതിന്റെ ഫലം. മായാമോചിതനായിത്തീരുന്നു. അത് അതിന്റെ അവസാനമായി പറയുന്നു. ഉപാസനയുടെ അവസാനം അങ്ങനെ സംഭവിക്കുന്നു. അവൻ മുക്തനായിത്തീരുന്നു. നിത്യമുക്തൻ തന്നെ മുക്തനായിത്തീരുന്നു. അതിന് ഈ മായ മാറിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. സർവസ്യ പ്രണവോ ഹ്യാതിർ മധ്യം അന്തസ്തഥൈവ ച ഏവം ഹി പ്രണവം ജ്ഞാത്വാ വിസ്മൃതേ തദനന്തരം പ്രണവം ഹി ഈശ്വരം വിദ്യാത് സർവസ്യ ഹൃദയേ സ്ഥിതം സർവവ്യാപിനമോങ്കാരം മത്വാ ധീരോ ന ശോചതി സർവസ്യ പ്രാണിജാതസ്യ സ്മൃതി പ്രത്യാസ്പദേ ഹൃദയേ സ്ഥിതം ഈശ്വരം പ്രണവം വിദ്യാത്. പ്രണവം ഹി ഈശ്വരം വിദ്യാത്. പ്രണവത്തെ തന്നെ ഈശ്വരനായി അറിയണം. തുര്യനെന്നും ഈശ്വരനെന്നും പറയുന്നതിൽ എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല, ഒന്ന് തന്നെ. എന്നാലും ആ തുര്യനെ ഈശ്വരൻ എന്തുകൊണ്ട് വിളിക്കുന്നു? പറയുന്നു സ്മൃതി പ്രത്യാസ്പദേ ഹൃദയേ സ്ഥിതം. സ്മൃതി പ്രത്യയം, സ്മൃതി സന്താനം, സ്മൃതി പ്രവാഹം, സ്മൃതി പരമ്പര നമ്മുടെ ഉള്ളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ, ഇന്ന്, നാളെ ഇങ്ങനെ സ്മൃതിയുടെ, സ്മരണയുടെ ഒരു ഒഴുക്കിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടമുറിയാതെ ഓരോന്നും നമ്മളിങ്ങനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആത്മാവിനെ കുറിച്ചായാലും അനാത്മാവിനെ കുറിച്ചായാലും. ഈ സ്മൃതി
പ്രത്യയത്തിന് ആസ്പദമായിരിക്കുന്ന ഒന്നിനെയാണ് ഹൃദയം എന്ന് പറയുന്നത്. ഇവിടെ ഹൃദയം എന്ന് പറയുമ്പോൾ മാംസപിണ്ഡമല്ല, നമ്മുടെ ശരീരം കീറി നോക്കിയാൽ കാണുന്ന ഒന്നല്ല, മറിച്ച് അന്ധകരണം, അതിനാണ് ഹൃദയം എന്ന് പറയുന്നത്. സ്മൃതിക്ക് ആധാരമായിരിക്കുന്ന മനസ്സെന്നും പറയാം, ചിത്തമെന്നും മനസ്സെന്നും എല്ലാം പറയുന്നതല്ല ഒരു വസ്തു. അപ്പോ സ്ഥിതം ഈശ്വരൻ, അവിടെയാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത്. എന്താ സർവവ്യാപിയായ ഈശ്വരൻ ഇവിടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? സ്മൃതിപ്രത്യാസ്പദം. കാരണം ഈശ്വരൻ ആ അന്ധക്കരണത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അതിനെ പ്രേരിപ്പിക്കുമ്പോഴാണ് ഈ നിരന്തരമായ ഈ സ്മൃതിപ്രത്യയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്മൃതിപ്രത്യയം എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ചൈതന്യധാരയാണ്, ബോധധാരയാണ്. ആ ബോധധാരയ്ക്ക് ആധാരമായി ഒരു സ്ഥിരമായ ബോധം, അതാണ് ഈശ്വരൻ. അതിന്റെ പ്രേരണ കൊണ്ടാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവനിൽ ചൈതന്യമുണ്ട്, ഇവനിൽ ജീവനുണ്ട്, ഇവനിൽ ഇതില്ല, ഇവൻ മൃതനായി. മൃതനായി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അവനിൽ ഹൃദയമില്ല എന്നാണ്. ഈ കാണുന്ന ഹൃദയം അവിടെ കാണും, പക്ഷേ ചിത്തം അവിടെ ഇല്ല. ആ ചിത്തത്തെ ചലിപ്പിക്കുന്ന ഈശ്വരൻ അവിടെ ഇല്ല. എന്തുകൊണ്ട്? ചിത്തത്തെ ചലിപ്പിക്കുന്നവനായ ആ ഈശ്വരൻ ചിത്തത്തിലായിരിക്കുന്നു. ആ ചിത്തം നഷ്ടപ്പെട്ടു പോയാലോ അവനെ നമ്മൾ പറയാതെ മൃതനായി. അപ്പൊ അവനിൽ പിന്നെ സ്മൃതി പ്രത്യയമില്ല. അതുകൊണ്ടാണ് സ്മൃതി പ്രത്യയത്തിന് ആശ്രയമായ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനാണ് ഈ ജീവൻ ഇവിടെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. ഈ ജീവനെ കൊണ്ട് സർവ പ്രവർത്തനങ്ങളും നടത്തിക്കുന്നത്. ആ ഈശ്വരൻ അതെന്താണ്? ആ തുര്യന്റെ തന്നെ പ്രകടമായ ഭാവമാണ്. അതിനെയാണ് നമ്മൾ അന്തര്യാമി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുകൂടെ പറയുന്നു. അതും എന്താണ്? ആ പ്രണവം തന്നെയാണ്, ആ തുര്യൻ തന്നെയാണ്. ആ തുര്യൻ തന്നെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ഈ ബോധപരമ്പരയെ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അവനൊരു പ്രത്യേക സ്ഥാനമില്ല. എന്തുകൊണ്ട്? സർവവ്യാപനം. അവൻ സർവത്രയുണ്ട്. ഹൃദയത്തിനുമുണ്ട്, ഹൃദയത്തിന് പുറത്തുമുണ്ട്, ജഡത്തിലും ചൈതന്യത്തിലും എല്ലാം അവൻ വ്യാപിച്ചിരിക്കുന്നു. കേവല ജഡമെന്ന് നമ്മൾ കരുതുന്നിടത്തും ചൈതന്യമയമെന്ന് നമ്മൾ കരുതുന്നിടത്തുമെല്ലാം അതുകൊണ്ട് വരുന്നത് സർവവ്യാപനം. ഏതുപോലെ വ്യോമവത്, ആകാശത്തെ പോലെ. അതാണ് ആ ഓങ്കാരൻ, ആത്മാനം. അവനാണ് നിന്റെ സ്വരൂപം. അസംസാരിണം, അവൻ അസംസാരിയാണ്. പരമാർത്ഥത്തിൽ അവൻ നിർവികാരനായി തന്നെ സ്ഥിതി ചെയ്യുന്നു. നിർവികാരൻ എന്ന് പറയുമ്പോൾ ഈ സ്മൃതി പ്രത്യയവും മറ്റും ഇതിങ്ങനെ ഉള്ളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ വികാരരഹിതനായിരിക്കുന്നു, അസംസാരിയായിരിക്കുന്നു. ഈ സ്മൃതിയുടെ സഹായത്തോടുകൂടി ഇവൻ ജീവഭാവത്തിൽ സംസാരത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ അസംസാരിയായിരിക്കുന്നു. അവനെയാണ് അറിയേണ്ടത്. നമുക്ക് ഭാവന ചെയ്യാൻ കഴിയുന്ന എന്താണ്? ഹൃദയസ്ഥിതനായ ഒരു ഈശ്വരൻ. ആ ഈശ്വരനാണ് നമുക്കിങ്ങനെ ഈ ബോധത്തെ പകർന്നു നൽകിക്കൊണ്ട് സദാ സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ടായില്ല. എന്താണ്? അസംസാരിയായിരിക്കുന്ന അവന്റെ സ്വരൂപത്തെ അറിയണം. ഇത് അവന്റെ സംസാരിയായ സ്വരൂപമാണ് ഇത് പറയുന്നത്. അവന്റെ അസംസാരിയായ ആ സ്വരൂപത്തെ അറിയുന്ന ധീരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ, അതിനുള്ള വിവേകമുള്ളവൻ. ബുദ്ധിമാൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന ബുദ്ധിയുള്ളവൻ എന്നുള്ള അർത്ഥം അല്ല. ഇവിടെ ഇതിന് ഉള്ള വിവേകമുള്ളവൻ എന്നർത്ഥം. ഈ തുര്യനാണ് പരമാർത്ഥം, തുര്യൻ അസംസാരിയാണ് എന്നുള്ള വിവേകമുള്ളവൻ. ഇതിനെ മത്വ, ആ പരമാർത്ഥത്തെ അവൻ അറിഞ്ഞിട്ട് ന ശോചതി, അവന് ദുഃഖമില്ല. ഇവിടെ പറയുന്നു, അതിന്റെ ഫലത്തെ പറയുന്നു. സർവദുഃഖ നിവൃത്തിയാണ്. പിന്നെ ആയാസകരമായ ഉപാസനകൾ, ഈ ലോകത്തിലെ ഈ ജീവൻ അനുഭവവേദ്യമായിരിക്കുന്ന ഈ സ്വദുഃഖാനുഭവങ്ങളെല്ലാം തിരിച്ചിട്ട് അവൻ ഇത്രയും ആയാസകരമായ ഈ ഉപാസന ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചിന്തിക്കും. ആര്? ഇതെല്ലാം ആയാസകരമാണ്, ഈ ലോകത്തിൽ ഇതിലും അനായാസമായി ചെയ്യാമെന്നുള്ള പല കാര്യങ്ങളുമുണ്ട് എന്ന് ചിന്തിക്കുന്ന സംസാരം.
അവനാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇത് വളരെ ആയാസമേറിയതാണ്, വൈഷമ്യമേറിയതാണ്. പറയുന്നു അവന് ഫലമുണ്ടെന്താണ്? എന്ന ശോചതി, അവൻ ആത്യന്തികമായി ദുഃഖത്തിൽ നിന്ന് നിവർത്തിക്കുന്നു. എന്തുകൊണ്ട്? ശോകനിമിത്ത അനുപത്തേഹി, അവൻ തുര്യനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ അദ്വൈതമായ തുര്യനിൽ ശോകത്തിന് നിമിത്തമായിട്ടുള്ള യാതൊന്നുമില്ല. ഈ മായയോ മായാകാര്യങ്ങളോ മനസ്സോ ഒന്നും തന്നെ അവിടെ ഇല്ല. തരതി ശോകമാത്മവി, ഈ തുര്യനെ പ്രാപിക്കുന്നവൻ ദുഃഖത്തെ എന്നേക്കുമായി തരണം ചെയ്യുന്നു എന്നും മറ്റു ശ്രുതിയിൽ പറയുന്നുണ്ട്. ഇത്യാദി ശ്രുതിഭ്യ. അതുകൊണ്ട് അതിന്റെ ആത്യന്തികമായ ഫലത്തെ പറയുന്നു. കാരണം എല്ലാ സാധനങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ആനന്ദപ്രാപ്തിക്ക് വേണ്ടിയാണ്. ആത്യന്തികമായ ആനന്ദപ്രാപ്തി തുര്യപ്രാപ്തി കൊണ്ടേ സാധ്യമാകും. അത് ആ പ്രണവസ്വരൂപനായിരിക്കുന്ന തുര്യന്റെ സാക്ഷാത്കാരമാണ്. അതെങ്ങനെയാണ്? അത് യാതൊരു സംശയം കൂടാതെ ബോധിച്ച് മനസ്സിന് ബോധ്യപ്പെട്ട് ആ ഉപാസകൻ എന്റെ ഉപാസനയിൽ ധ്യാനത്തിൽ മുഴുകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പ്രണവം ഹി ഈശ്വരം വിദ്യാത് സർവസ്യ ഹൃദയേ സ്ഥിതം സർവവ്യാപിനമോങ്കാരം മത്വാ ധീരോ ന ശോചതി. ശിഷ്യ